ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത് ബയോമോളിക്യൂൾസ് ആണ്. ബയോമോളിക്യൂൾസ് കേട്ടോ. അതിന്റെ ടോട്ടൽ കണ്ടന്റ് ഒന്ന് ഡീറ്റെയിൽ ചെയ്തു, കാരണം അന്ന് എക്സാം ഉണ്ടായിരുന്നു കുട്ടികൾക്ക്. അപ്പൊ ആ കണ്ടന്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബയോമോളിക്യൂൾസ് ഡീറ്റെയിൽ ആയിട്ട് തുടങ്ങി. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിലുള്ളവര് വരാത്തവരൊന്നും നോക്കണം ആ ക്ലാസ് കേട്ടോ. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് ഒരു ഐഡിയ തരാം. ബയോമോളിക്യൂൾ. ഓക്കെ, ബയോമോളിക്യൂളിൽ 5 ബയോമോളിക്യൂളിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വരുന്നത് കാർബോഹൈഡ്രേറ്റ്, സെക്കൻഡ് വരുന്നത് പ്രോട്ടീൻ, തേർഡ് വൈറ്റമിൻസ്, ഫോർത്ത് എന്തായിരുന്നു എൻസൈം, ഫിഫ്ത്ത് DNA ആൻഡ് RNA ന്യൂക്ലിക് ആസിഡ് വിളിക്കുന്നതാണ്. ഇങ്ങനെ 5 ബയോമോളിക്യൂൾ. അതിൽ ഫസ്റ്റത്തെ കാർബോഹൈഡ്രേറ്റ്, ആ കാർബോഹൈഡ്രേറ്റിന്റെ പോർഷൻ ആണ് നമ്മൾ എടുത്തത്. കാർബോഹൈഡ്രേറ്റിന്റെ നമ്മൾ എടുത്തു. അതിൽ മോണോസാക്രൈഡ്, ഒലിഗോസാക്രൈഡ്, പോളിസാക്രൈഡ്. അതിൽ മോണോസാക്രൈഡില് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്, അതാണ് നമ്മൾ എടുത്തത് ലാസ്റ്റ് ക്ലാസ്സിൽ. ഗ്ലൂക്കോസിന്റെ പ്രിപ്പറേഷൻ, ഗ്ലൂക്കോസിന്റെ റിയാക്ഷൻ. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് HI gives N-hexane. Glucose react with bromine water, എന്ത് കിട്ടും? ഗ്ലൂക്കോണിക് ആസിഡ്. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് HNO3, ഓക്സിഡേഷൻ ആണ്, സക്കാരിക് ആസിഡ്. അങ്ങനെ റിയാക്ഷൻസ് എല്ലാം എഴുതി. അതിന്റെ സൈക്ലിക് സ്ട്രക്ചറിന്റെ അല്ലെ എവിടെ വരെയല്ലേ നമ്മൾ എഴുതിയത്? ശരിയാ അല്ലെ? സൈക്ലിക് സ്ട്രക്ചറിന്റെ എവിടെ വരെയാണ് നമ്മൾ എഴുതിയത് കേട്ടോ. ഓക്കെ, 3 റീസൺസ് എഴുതി അല്ലെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് എല്ലാവരും എഴുതുക കേട്ടോ. ഓക്കെ, സൈക്ലിക് സ്ട്രക്ചറിന്റെ അണ്ടറിൽ ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോപൈറാനോസ്. ഓക്കെ, ഒന്ന് എഴുതുക കേട്ടോ. ആൽഫ ഡി ഗ്ലൂക്കോപൈറാനോസ്. അതിന്റെ സ്ട്രക്ചർ ആണ് ഈ വരച്ചേക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക, അതിന്റെ സ്ട്രക്ചർ ആണ് ആൽഫ ഡി ഗ്ലൂക്കോപൈറാനോസിന്റെ സ്ട്രക്ചർ ആണ് വരച്ചേക്കുന്നത്. ഓക്കെ, ഇനി ഇത് പൈറാൻ എന്ന് പറയുന്നത് ഒരു മോളിക്യൂൾ ആണ്. പൈറാൻ ഒരു മോളിക്യൂൾ ആണ്. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ സ്ട്രക്ചർ വന്നത്, സൈക്ലിക് സ്ട്രക്ചർ വന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഓപ്പൺ സ്ട്രക്ചർ ആയിരുന്നു, അതെന്തായി ഒരു സൈക്ലിക് ആയി. അപ്പോ ഇത് വരക്കുന്ന മെത്തേഡ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം നമ്മൾ ബെൻസീനൊക്കെ വരക്കൂലേ, അതുപോലെ ഇങ്ങനെ ഒരെണ്ണം വരക്കണം. ഓക്കെ, അതിന്റെ ഈ പൊസിഷൻ എന്ത് കൊടുക്കും? O. ഓക്കെ, അപ്പൊ എങ്ങനെ വരച്ചു? ഒരു ബെൻസീൻ വരക്കുന്ന പോലെ ഹെക്സഗൺ ഷേപ്പ് വരച്ചു, ഒരു പൊസിഷനിൽ O കൊടുത്തു. ഇനി ഇതുപോലെ ഇങ്ങനെ 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 എന്താ കണ്ടോ, ബ്ലാക്ക് കളറിലെ ലൈൻ പോകും. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമ്പർ ചെയ്യും. ഇത് 1 ഫസ്റ്റ് കാർബൺ ആറ്റം, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്. ഓക്കെ, ദെൻ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം ആദ്യം പറയാം. ദി തേർഡ് പൊസിഷനിൽ OH ഇതിനകത്തായിരിക്കും. ഇതിനകത്ത് നോക്കിയേ, ഈ ഒരു OH മാത്രം ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം എന്താ H ആണ്. ഓർത്ത് നോക്കാം. അപ്പൊ ഇതിനകത്ത് തേർഡ് പൊസിഷൻ എന്തായിരിക്കും? OH. നിങ്ങളൊരു ടീച്ചർ ആണെങ്കിൽ എക്സാമിന് ഇത് എഴുതി കഴിഞ്ഞാൽ ആദ്യം ടീച്ചർ നോക്കുന്നത് ഇതാണ്, ഇത് റൈറ്റ് ആണെന്നോ, പിന്നെ വേറെ ഒന്നും നോക്കുന്നില്ല. അല്ലാതെ ഓരോന്നും എടുത്ത് അങ്ങനെ നോക്കാനല്ല. ഈ OH അകത്താണെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മാർക്ക് വന്നു. ഇതിനകത്ത് വേറെ H വല്ലതും ഉണ്ടോ? ഇല്ല. ഇതിനകത്ത് നോക്കിയേ, തേർഡ് പൊസിഷനില് OH. ഇനി നോക്കിയേ, ഈ സ്ട്രക്ചർ, ഈ സൈക്ലിക് ആയിട്ടുള്ള ഇതിനുള്ളില് തേർഡ് പൊസിഷനില് OH, ഇതിനകത്ത് തേർഡ് പൊസിഷനില് OH. അപ്പൊ ഈ 4 സ്ട്രക്ചറും നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾക്ക് കുറച്ചധികം കൺഫ്യൂഷൻ ആവട്ടെ. HOH മുകളിലാണോ താഴെയാണോ, ആകെ കൂടി കൺഫ്യൂഷൻ ആവും. അതാണ് വരാവുന്ന എറർ. ഇത് നോക്കി വരക്കുമ്പോൾ എളുപ്പമാണ്, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ OH തേർഡില് OH എവിടെയായിരിക്കും? അകത്തായിരിക്കും. ഇതുകൊണ്ട് തേർഡിലും OH അകത്തായിരിക്കും. ഓക്കെ, അതാണ് ഓർത്ത് നോക്കുന്നത്. ഈ OH കിട്ടിയതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? H. അപ്പൊ ഇവിടെ H ആയിരിക്കൂലേ, അപ്പൊ ഓപ്പോസിറ്റ് OH അല്ലെ. ഇനി മുകളിൽ എപ്പോഴും H ആണെന്ന് പറഞ്ഞു, അപ്പൊ H ആണെങ്കിൽ താഴെ OH കേട്ടോ. ഓർത്ത് നോക്കുക, HOH. ഇത് ഇങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, വേഗം ഒന്ന് വരട്ടെ കേട്ടോ. ഇനി ഇവിടെ ശ്രദ്ധിച്ചോ, ഇത് ആൽഫ ഡി ഗ്ലൂക്കോപൈറാനോസ് എന്ന് എഴുതി. ഇത് പ്ലസ് എന്ന് പറഞ്ഞാൽ ഡെക്സ്ട്രോ റൊട്ടേറ്ററി. ഓക്കെ, ദെൻ ഇവിടെ ഓർത്ത് നോക്കുക, ഇതും പ്ലസ് ആണ്, ഇതും എന്താ തന്നെയാ? ഡെക്സ്ട്രോ റൊട്ടേറ്ററി കേട്ടോ. ഓക്കെ, അപ്പൊ 2 ഫോം ആണ്, ഇത് രണ്ടും ഡെക്സ്ട്രോ ആണ് കേട്ടോ. ഓക്കെ, ഡി എന്ന് പറഞ്ഞാൽ ഡെക്സ്ട്രോ എന്നല്ല, അത് റിലേറ്റീവ് കോൺഫിഗറേഷൻ ആണ്, അത് നമ്മൾ എഴുതും കേട്ടോ. ഓക്കെ, അപ്പോ ആദ്യം ഈ ഹെഡിങ് എഴുതി വെക്കാം. ഇനി ഇതും നമ്മൾ എന്താ വ്യത്യാസം നിങ്ങൾ നോക്കിയേ. ഈ പൊസിഷനില്ലേ 1, അതില് ഈ OHും Hഉം മാറി, അത്ര വ്യത്യാസമുള്ളൂ കണ്ടോ. ഓർത്ത് നോക്കാം, ഇതിന്റെ പേരെന്താ? ആൽഫ ഡി ഗ്ലൂക്കോസ്. ഇതെന്തായിരുന്നു? ബീറ്റ ഡി ഗ്ലൂക്കോസ്. നിങ്ങൾക്ക് പേപ്പർ കഴിക്കാൻ പറ്റുമോ? നിങ്ങൾ പേപ്പർ കഴിച്ചാൽ എന്ത് പറ്റും? സെല്ലുലോസ് ആണ്, അത് ഡൈജസ്റ്റ് ചെയ്യില്ല അല്ലെ. ഓർത്ത് നോക്കാം, സെല്ലുലോസ്, ഫൈബേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഡൈജസ്റ്റ് ചെയ്യില്ല. അത് ഇതാണ്, ഇത്ര വ്യത്യാസമുള്ളൂ. ഒന്ന് ആലോചിച്ചല്ലേ, ഗ്ലൂക്കോസില് OH Hഉം അല്ലെ. അതേ സമയത്ത് കൗ അത് കഴിക്കും. അതിനെന്താ? ഇത് ഡൈജസ്റ്റബിൾ ആകുന്ന സെല്ലുലോസ് ഏസ് എന്ന് പറയുന്ന എൻസൈം അതിനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഡൈജസ്റ്റബിൾ ആണ്. ഇത് എന്താണ്? നമ്മുടെ ഗ്ലൂക്കോസ്, നമ്മൾ സ്റ്റാർച്ച് ഒക്കെ കഴിക്കില്ലേ, അതിനകത്തുള്ള ഗ്ലൂക്കോസ് എന്താണ്? ആൽഫ ഡി ഗ്ലൂക്കോസ് കേട്ടോ. ഓർത്ത് നോക്കാം, നമ്മൾ പപ്പായ അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ആയിട്ട് ഒക്കെ കഴിക്കില്ലേ, അതിലൊക്കെ എന്താ ഉണ്ടാവുക? ആൽഫ ഡി ഗ്ലൂക്കോസ് കണ്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ അവര് തമ്മിലുള്ള ഡിഫറൻസ് ആണ് വരുന്നത്. ആകെ ഒരൊറ്റ വ്യത്യാസമുള്ളൂ, ഈ കാർബണില് അല്ലെ എന്ത് പറ്റി? ഇവിടെ കാർബൺ ആണ്,
ഈ OH മുകളിലേക്ക് പോകും, വേറെ വ്യത്യാസം ഒന്നുമില്ല. വേഗം നോക്കി വരാം കേട്ടോ. ഓക്കെ, ഈ സ്ട്രക്ചർ രണ്ടും വരക്കണം. നമുക്ക് പഠിക്കാനുള്ള സ്ട്രക്ചർ ആണ് കേട്ടോ. ഓക്കെ, വേഗം വരാം. ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോപൈറാനോസ്, ബീറ്റ ഡി പ്ലസ് ഗ്ലൂക്കോപൈറാനോസ്. അപ്പോൾ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ ആണ് വരക്കുന്നത്, സൈക്ലിക് സ്ട്രക്ചർ ആണ്. വരച്ചു കഴിഞ്ഞോ? കഴിയുമ്പോൾ പറയണം കേട്ടോ. ഇത് വേഗം വരക്കാം കേട്ടോ, ഈ രണ്ട് സ്ട്രക്ചർ. ഞാൻ ഇതും കൂടി വരച്ചോ കേട്ടോ. സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ് എന്ന് എഴുതിക്കോ കേട്ടോ. സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ് ആദ്യം ഇത് വരക്കണം കേട്ടോ. ഈ സ്ട്രക്ചർ ഓപ്പൺ സ്ട്രക്ചർ, സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ്, എന്നിട്ട് ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ. ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ വരക്കാം, എന്നിട്ട് കണ്ടന്റ് പറയാം. അവന് കുഴപ്പമില്ല, ഒരുമിച്ച് പറയാം. ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ, ഇതാണ് ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ കേട്ടോ. ഈ സൈഡിലുള്ള ഇത് ഫസ്റ്റ് വരക്കണം കേട്ടോ, എന്നിട്ടാണ് സൈക്ലിക്ക് വരക്കാം. ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ. ഇവിടെ ഈ നമ്പർ കൊടുത്താൽ അറിയാം. ഇവിടെയും ഞാൻ ആ റെഡ് കളറിൽ ഒരാളെ വരച്ചേക്കുന്നതാണോ. ഇത് 1 2 3 4 5 6 ഉണ്ടോ, ഓർത്ത് നോക്കാം. ഇതില് തേർഡ് കാർബൺ ആറ്റത്തിലാണ് ചേഞ്ച് ഉണ്ടോ, ഓർത്ത് നോക്കാം. ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞു തന്നു. ഇത് കണ്ടോ, ഇതിന്റെ ക്ലോസ്ഡ് ആയിട്ടുള്ളത് തേർഡിൽ OH വ്യത്യാസം ഉണ്ടാവും ഉണ്ടോ. ഇതാണ് നിങ്ങൾ ആദ്യം ഒബ്സർവ് ചെയ്യേണ്ടത്. ഇത് തെറ്റിയ എല്ലാം വെട്ടിക്കളയും കേട്ടോ. ഓക്കെ, ഇത് കണ്ടോ, ഇതിന്റെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഇതിൽ OH. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം അതിന്റെ എവിടെയാണ് മെയിൻ പോയിന്റ് അത് പഠിക്കാൻ നോക്കുക. വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എറർ വരുന്ന അവിടെയാ കണ്ടോ. തേർഡിൽ OH കണ്ടോ, തേർഡിൽ OH ഇപ്പുറത്താണ് കണ്ടോ. ഓക്കെ, അതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ, ഓർത്ത് നോക്കുക. ഇനി ഇതിൽ സെക്കൻഡ് പൊസിഷനിൽ കീറ്റോൺ ആണ്. നമുക്ക് ആൽഡിഹൈഡ് ആയിരുന്നു ഗ്ലൂക്കോസിൽ ലാസ്റ്റ് ക്ലാസ്സിൽ അല്ലേ. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കുക. ഓപ്പൺ സ്ട്രക്ചർ കേട്ടോ, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ വരക്കണം. ഓപ്പൺ സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ്. ഇത് രണ്ടെണ്ണം, അത് കഴിഞ്ഞിട്ട് അത് കേട്ടോ. ഓക്കെ, ഫ്രക്ടോസ് ഓപ്പൺ സ്ട്രക്ചർ. ഇത്ര സമയം ഇത് വരക്കുന്നതിന്റെ മെത്തേഡ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മളെ ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടേ ഉള്ള ഒരു മെത്തേഡ് പറയാണ്. അത് വേറെ ഒന്നുമില്ല, ഈ തേർഡ് പൊസിഷൻ OH അകത്തായിരിക്കും. പിന്നെ ഓപ്പോസിറ്റ് എന്തായിരിക്കും H. അപ്പൊ അടുത്തതിന് എന്തായിരിക്കും?
OH കണ്ടോ ഓർത്ത് നോക്കുക. ഇപ്പൊ ഈ OH ഇവിടെ മാത്രമേ ഉള്ളൂ കണ്ടോ ഓർത്ത് നോക്കുക. എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ളൂ, ഈ സ്ക്വയറിന്റെ ഈ ഹെക്സഗന്റെ അകത്തുള്ളൂ കണ്ടോ ഓർത്ത് നോക്കുക. അപ്പോ HOH കണ്ടോ ഓർത്ത് നോക്കുക കിട്ടും. അപ്പോ പിന്നെ ഇത് ഇവിടെ തിരിയുന്നതാണ്, ഇതിനെ അനോമർ എന്നാ വിളിക്കുന്നത്. ഇത് കണ്ടോ ഇത് കണ്ടോ, ഇത് തമ്മിൽ ആകെ വ്യത്യാസം അതിന് മാത്രമേ ഉണ്ടാവുള്ളൂ കണ്ടോ ഓർത്ത് നോക്കുക. മുകളിലായിരിക്കും, അത് നമ്മൾ തിരിയും. ഈ OH എടുത്ത് മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ, ഈ OH എടുത്ത് മുകളിൽ ഇട്ടാൽ 2 OH മുകളിൽ വരില്ലേ, അങ്ങനെ വന്നത് ഗാലക്ടോസ് ആയി, ഗ്ലൂക്കോസേ അല്ല. അതിന്റെ പേരെന്തായി? ഗാലക്ടോസ്. അപ്പൊ സെയിം മോളിക്കുലർ ഫോർമുല, ഡിഫറെന്റ് സ്ട്രക്ചർ, എന്താ ഐസോമർ ആണ് അല്ലെ. ഓക്കെ, അപ്പോ ഇത് ആൽഫ ഡി ഗ്ലൂക്കോസ് ഒരു ടൈപ്പ്, ഇത് ബീറ്റ ഡി ഗ്ലൂക്കോസ്, പിന്നെ ഈ OH വേറെ മോളിക്കുലർ ഫോർമുലയൊക്കെ സെയിമാ. ഈ OH എടുത്ത് മുകളിലിട്ടാ അതെന്തായി? ഗാലക്ടോസ്. ഗാലക്ടോസ് എവിടെയുള്ളത്? നമ്മുടെ പാലില്ലേ, മിൽക്കില്ലേ, മിൽക്കിലുള്ളത് ബീറ്റ ഡി ഗാലക്ടോസ് ആൻഡ് ബീറ്റ ഡി ഗ്ലൂക്കോസ്, അതിലാണ് മിൽക്ക്. ഇവിടെ ഓർത്ത് നോക്കുക, ബീറ്റ ഡി ഗാലക്ടോസ് ആൻഡ് ബീറ്റ ഡി ഗ്ലൂക്കോസ് കണ്ടോ ഓർത്ത് നോക്കുക. അതുകൊണ്ട് പാല് അധികം അല്ലെ, നിങ്ങളൊക്കെ ചെറുപ്പത്തിലേ കേട്ട് കാണും അല്ലെ, കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, നമ്മുടെ സ്റ്റൊമക്കില് എടുക്കില്ല. കാരണം എന്താ? ഗ്ലൂക്കോസ് ആണോ? അല്ല. അതുകൊണ്ട് ഡയബറ്റിക്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് പാല് കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം എന്താ? ഇതാണ് ബോഡി മെയിൻ ആയിട്ട് അബ്സോർബ് ചെയ്യുള്ളൂ, ഇത് അബ്സോർബ് ചെയ്യില്ല. അതുകൊണ്ട് മിൽക്ക് കഴിക്കുകയാണെങ്കിൽ എങ്ങനെ കഴിക്കണം എന്ന് പറയാറുണ്ട് നമ്മള്. മിൽക്കിനേക്കാളും ബെറ്റർ ഏതാ? എന്താണ്? തൈര് എന്നൊക്കെ പറയില്ലേ, അത് കുറച്ച് ഫെർമെന്റഡ് ആവുമ്പോൾ അത് ഇൻടേക്ക് എടുക്കാം വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് കുഞ്ഞി കുട്ടികൾക്ക്, നമുക്ക് അത് അറിയാമെങ്കിലും നമ്മൾ എന്റെ പോലും അത് തന്നെ കൊടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി എന്താണ് അബ്സോർപ്ഷൻ ഈ ഗ്ലൂക്കോസിന്റെ ഇതിൽ ഇത്രേ ഉള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും കാൽസ്യം എല്ലാം അത് എടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. അതിലുള്ള മെയിൻ കണ്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന ഇത്. അതിന്റെ അബ്സോർപ്ഷനിൽ വരുന്ന കാര്യമാണ് ആ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ലാക്ടോസ് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, ഇന്നിപ്പോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്കാണ് പോകുന്നത്. സ്ട്രക്ചർ വരക്കണം കേട്ടോ. ഓക്കെ, ഇത് അത് കഴിഞ്ഞിട്ട് ഇത് കേട്ടോ, ക്ലോസ്ഡ് സ്ട്രക്ചർ. ഇതിനെ വിളിക്കുന്ന ക്ലോസ്ഡ് സ്ട്രക്ചർ അല്ലെങ്കിൽ സൈക്ലിക് സ്ട്രക്ചർ. എന്നിട്ട് ആൽഫ ഡി മൈനസ് ഫ്രക്ടോഫ്യൂറാനോസ്. ഈ മൈനസും പ്ലസും ഡിയും ഒക്കെ എന്താണെന്ന് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് എഴുതും കേട്ടോ. ഓക്കെ, ഒരുമിച്ച് എഴുതും. ഇത് രണ്ടെണ്ണം കേട്ടോ. ക്ലോസ്ഡ് ഓർ സൈക്ലിക് സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ്. ക്ലോസ്ഡ് ഓർ സൈക്ലിക് സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ്. ഇത് എന്ത് ഷേപ്പാ? പെന്റഗൺ ആണ് അല്ലെ, ഓർത്ത് നോക്കുക. പക്ഷെ ഇത് ഫ്യൂറാൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ആണത്. ഈ ഇത് കണ്ടോ, ഈ O വന്നിട്ട് ഇങ്ങനെ ഒരു കോമൺ ആയിട്ട് വരുന്ന ഫ്യൂറാൻ, അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് അതിനെ വിളിച്ചു ഫ്രക്ടോ ഫ്യൂറാനോസ്. ഇത് എവിടെന്നാ ഇൻസ്പയർഡ് ആയത്? പൈറാൻ അല്ലെ, പൈറാന്റെ മോളിക്യൂൾ നോക്കിയിട്ടാണ് ഈ സ്ട്രക്ചർ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഇതിന്റെ പേര് ഗ്ലൂക്കോപൈറാനോസ്. ഓക്കെ, ഇത് ഫ്യൂറാൻ എന്ന് പറയുന്ന മോളിക്യൂളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഫ്രക്ടോസ് വരച്ച ഒരു പെന്റഗൺ ഷേപ്പ് അല്ലെ. ഓക്കെ, അപ്പൊ ആൽഫ ഡി മൈനസ് ഫ്രക്ടോ ഫ്യൂറാനോസ്. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് വേഗം വരക്കണം കേട്ടോ. ഇത് രണ്ട് കേട്ടോ, ഓർത്ത് നോക്കുക. ഇതെന്താ എന്താ വ്യത്യാസം നോക്കിയേ, ഡിഫറൻസ് നോക്കിയേ. ഈ ഏത് പൊസിഷനിലും അത് സെക്കൻഡ് കാർബണാറ്റ, ഇവിടെ ഏതായിരുന്നു? ഫസ്റ്റ് കാർബണാറ്റ കേട്ടോ, ഓർത്ത് നോക്കുക. ചോദിക്കും, ക്വസ്റ്റൻ ആണ്, മൾട്ടിപ്പിൾ ചോയ്സിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റനിൽ ഒന്നാണ് ആക്ച്വലി. അനോമറിക് കാർബൺ എന്നാണ് വിളിക്കുന്നത്. ഇതുണ്ട്, ഇങ്ങനെ ടിസ്റ്റ് ആവുന്ന കാർബണിനെ വിളിക്കുന്ന പേരെന്താ? അനോമർ. അനോമർ എന്ന് പറഞ്ഞാൽ ഈ ആൽഫ ആൻഡ് ബീറ്റ അല്ലെ, അത് എന്താണ് ഡിസൈഡ് ചെയ്യുന്ന കാർബൺ ആറ്റം. ആ കാർബൺ ആറ്റം ഏതായിരിക്കും? അനോമറിക് കാർബൺ ആറ്റം. അത് ഇതിൽ സെക്കൻഡ് കാർബൺ ആറ്റം അനോമർ ആണ് അല്ലെ. ഇവിടെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഫ്ലിപ്പ് ചെയ്യുക അല്ലെ. ഓക്കെ, ഇത് കിട്ടും കണ്ടോ. അപ്പൊ ഇതും തമ്മിലുള്ള ഡിഫറൻസ് ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, അത്ര വ്യത്യാസമുള്ളൂ. ഇവിടെ എങ്ങനെയാ? ഇവിടെ 1 ആണ് കണ്ടോ, ഓർത്ത് വെക്കാം. അപ്പൊ അനോമറിക് കാർബൺ ആറ്റം ഓഫ് ഗ്ലൂക്കോസ് മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും. അതിൽ C1 C2 C3 C4. അപ്പൊ അതെന്താവും? C1 ഉണ്ടോ. അനോമറിക് കാർബൺ ആറ്റം ഓഫ് ഫ്രക്ടോസ് അതെന്തായിരിക്കും? C2. അത് നമ്മളിപ്പോ എഴുതും കേട്ടോ. ഓക്കെ, അനോമർ എന്താണെന്നും അനോമറിക് കാർബൺ എന്താണെന്നൊക്കെ എഴുതും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എഴുതുന്നതാണ് ഇതില് ആൽഫ, ഈ ക്യാപിറ്റൽ ഡിയും ക്യാപിറ്റൽ എല്ലും അതുപോലെ പ്ലസും മൈനസും എഴുതും കേട്ടോ. ഓക്കെ,
ഇത് നമ്പർ ആണ് കേട്ടോ. ഓക്കെ, ഇത് മോളിൽ കൊണ്ടുവന്നിട്ടേക്കുന്നത് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സാമിന് എഴുതുമ്പോൾ ഈ നമ്പേഴ്സ് എന്തായാലും പെൻസിൽ കൊണ്ടേ ചെയ്യാവൂ കേട്ടോ. ഓർത്ത് നോക്കാം, പെൻസിൽ കൊണ്ടേ ചെയ്യാവൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കുട്ടികൾ ഇവിടെ കൊണ്ടുപോയി 6 ഒക്കെ എഴുതി വെക്കും, അതൊക്കെ തെറ്റും കേട്ടോ. ഓക്കെ, ഇത് മോളിലിടാൻ കാരണം അത് കാർബണിന്റെ പൊസിഷന്റെ നമ്പറാണ് കേട്ടോ. ഓക്കെ, അത് ഓർത്ത് വെക്കാം. ഇവിടെ അങ്ങനെ തന്നെയാണ്, മുകളിലിടാൻ കാരണം അത് പൊസിഷനാണ്. 1 സെക്കൻഡ് കാർബൺ ആറ്റം, 3rd 4th 5th 6th. ഓക്കെ, ദെൻ ഇതിന്റെ താഴെ അനോമർ. അനോമർ അണ്ടർലൈൻ ചെയ്യാം. ആൽഫ ആൻഡ് ബീറ്റ ഫോം ടുഗദർ ഈസ് നോൺ ആസ് അനോമർ. ആൽഫ ആൻഡ് ബീറ്റ ഫോം ടുഗദർ ഈസ് നോൺ ആസ് അനോമർ. ആൽഫ ആൻഡ് ബീറ്റ ഫോം ടുഗദർ. ടുഗദർ. ആൽഫയും ബീറ്റയും ടുഗദർ ആയിട്ട് വിളിക്കുന്ന നെയിം ആണ് എന്ത്? അനോമർ. നെക്സ്റ്റ് അതിന്റെ താഴെ എഴുതി വെക്കുക, അനോമറിക് കാർബൺ ആറ്റം ഓഫ് ഗ്ലൂക്കോസ്. അനോമറിക് കാർബൺ ആറ്റം ഓഫ് ഗ്ലൂക്കോസ്. അനോമറിക് കാർബൺ ആറ്റം ഓഫ് ഗ്ലൂക്കോസ്. ഇവിടെ നോക്കിയാൽ അനോമറിക് കാർബൺ ആറ്റം ഇതാണ് 1 കേട്ടോ. ഓക്കെ, അപ്പൊ അതിന് നേരെ ഹൈഫൻ ഇട്ടിട്ട് C1 കേട്ടോ ഓർത്ത് നോക്കുക. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാർബൺ ആറ്റം C1 ബ്രാക്കറ്റിൽ ഫസ്റ്റ് കാർബൺ ആറ്റം C1 ഫസ്റ്റ് കാർബൺ ആറ്റം C1 എന്ന് കൊടുക്കണം. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഫസ്റ്റ് കാർബൺ ആറ്റം അങ്ങനെ തന്നെ എടുത്ത് എഴുതണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത എന്തായിരിക്കും? അനോമറിക് കാർബൺ ആറ്റം ഓഫ് ഫ്രക്ടോസ്. അനോമറിക് കാർബൺ ആറ്റം ഓഫ് ഫ്രക്ടോസ് ഹൈഫൺ ഏതായിരിക്കും? C2 കേട്ടോ ഓർത്ത് നോക്കുക. സെക്കൻഡ് കാർബൺ ആറ്റം C2 എന്ന് എഴുതാം. എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതി വെക്കണം സെക്കൻഡ് കാർബൺ ആറ്റം. അല്ലെങ്കിൽ 2 കാർബൺ എന്നൊക്കെ വെറുതെ വിചാരിച്ചു കളയും കേട്ടോ. ഓർത്ത് നോക്കുക, സെക്കൻഡ് പൊസിഷൻ ആണ്. അപ്പോ സെക്കൻഡ് കാർബൺ ആറ്റം കേട്ടോ. ഓക്കെ, ബ്രാക്കറ്റില് C2. ഓപ്ഷനിൽ മിക്കതും C1 C2 C3 അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ടാണ് C2 എന്ന് എഴുതിയത്. ബ്രാക്കറ്റിൽ മനസ്സിലാവണം. ഇനി നമ്മൾ ഈ ആൽഫയും ഇവിടെ എഴുതി വെച്ചു ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോപൈറാനോസ്. അതിൽ ഈ ഡി എന്താണ്, എൽ എന്താണ് കേട്ടോ ഓർത്ത്. ഇവിടെ എല്ലാം ഡി ആണ് വന്നേക്കുന്നത്. ഡിയും എല്ലും എന്ന് പറയുന്ന 2 എണ്ണം ഉണ്ട് കേട്ടോ ഓർത്ത് നോക്കാം. അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അടുത്ത ലൈനിൽ എഴുതി വെക്കുക. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതി വെക്കുക കേട്ടോ. The letter D or L, the letter D or L ഇങ്ങനെ കേട്ടോ. The letter D or L capital ആണ് കേട്ടോ. The letter D or L before the name of any compound, before the name of any compound indicate any compound indicate the relative configuration of particular stereoisomer of a compound. Relative configuration of particular stereoisomer of a compound. അവിടെ റിലേറ്റീവ് കോൺഫിഗറേഷൻ അണ്ടർലൈൻ ചെയ്യാം. റിലേറ്റീവ് കോൺഫിഗറേഷൻ അണ്ടർലൈൻ ചെയ്യാം. റിലേറ്റീവ് കോൺഫിഗറേഷൻ അണ്ടർലൈൻ ചെയ്യാം. നെക്സ്റ്റ് ലൈനിൽ എഴുതി വെക്കാം പ്ലസ് റെപ്രസെന്റ്. അടുത്ത് പ്ലസ് റെപ്രസെന്റ് കേട്ടോ. അടുത്ത ലൈനിൽ പ്ലസ് റെപ്രസെന്റ് ഇങ്ങനെ പ്ലസ് എഴുതി കഴിഞ്ഞാൽ പ്ലസ് റെപ്രസെന്റ് dextrorotatory. Then minus ഇങ്ങനെ വന്നേക്കുന്നതാണ് മൈനസ് റെപ്രസെന്റ് levorotatory. അപ്പൊ ഡെക്സ്ട്രോ ആൻഡ് ലീവോ അല്ലെ. ഓക്കെ, അപ്പൊ മൈനസ് റെപ്രസെന്റ് ലീവോ കേട്ടോ ഓർത്ത് നോക്കുക. അല്ലാതെ ഡിയും എല്ലും തമ്മിൽ വേറെ ഒന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നോക്കിയേ, ഇത് ഡി ആണ് മൈനസ് ആണ്. ഇതെന്താ? ലീവോ ആണ്. ഇതെന്തായിരുന്നു? ഡെക്സ്ട്രോ ആണ് കേട്ടോ ഓർത്ത് നോക്കുക. ഈ ഡി വരുന്നത് റിലേറ്റീവ് കോൺഫിഗറേഷൻ ആണ് കേട്ടോ. അത് OHന്റെ പൊസിഷൻ വെച്ചിട്ടാണ് വരുന്നത്. OHന്റെ കോമ്പൗണ്ടുകൾ നോക്കിയിട്ടാണ് ഈ പറയുന്ന പൊസിഷൻസിൽ വരുന്ന വ്യത്യാസം കേട്ടോ ഓർത്ത് നോക്കുക. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചേക്കാം. ഇത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോ
ഇതെത്തുമ്പോൾ ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ഏരിയയിൽ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ് കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് ഹെഡിങ് ആണ് ഡൈസാക്രൈഡ്. അടുത്ത ഹെഡിങ് കേട്ടോ, ഡൈസാക്രൈഡ്സ്. ഡൈസാക്രൈഡ്സ് DISACCHARIDES ഡൈസാക്രൈഡ്. DISACCHARIDES. ആ ഡബിൾ സി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, ബാക്കിയുള്ളത് കിട്ടിക്കോളും. ഡൈസാക്രൈഡ്സ്. ഡൈസാക്രൈഡ്സിൽ 3 ഡൈസാക്രൈഡ്സ് ആണ് ഇനി നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ള ഒരു ഏരിയ വരുന്നത്. ഡൈസാക്രൈഡ്സ് ഇതൊന്ന് മായ്ച്ചു കളയാണ് കേട്ടോ, ഓർത്ത് നോക്കാം. ഡൈസാക്രൈഡ്സ് നിങ്ങൾ കൊണ്ട് ഇപ്പൊ പറയിപ്പിക്കും, എന്നിട്ട് എഴുതുള്ളൂ കേട്ടോ, ഓർത്ത് നോക്കാം. ശ്രദ്ധിച്ചോ. സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ് എന്ന് പറഞ്ഞേ. സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. ഇനി ഇതിലെല്ലാം നമ്മൾ വരുന്നത് ഇപ്പൊ ഇതില്ലേ, ഇതിന്റെ കോമ്പിനേഷനുകളിലാണ് വരുന്നത്. അതില് സൂക്രോസ് എന്ന് പറയുമ്പോൾ പപ്പായനെ ഓർക്കുക. പപ്പായ അറിയാലോ, പപ്പായ അല്ലെ? ആ പപ്പായയിൽ കുറെ സൂക്രോസ് ഉണ്ട്. സൂക്രോസ് കേട്ടോ, ഓർത്ത് നോക്കുക. പിന്നെ ജെർമിനേറ്റിംഗ് സീഡ്സുകൾ, ജെർമിനേറ്റിംഗ് ഫ്രൂട്ട്സ് ഒക്കെ ഇല്ലേ, നല്ല എന്താ പറയാ മധുരമുള്ള ഫ്രൂട്ട്സുകൾ ഓർത്ത് നോക്കുക. അത് റൈപ്പ് ചെയ്ത് അതിലൊക്കെ കൂടുതൽ എന്തായിരിക്കും, സൂക്രോസ് ആണ്. അപ്പോ ഈ സൂക്രോസ് ഇന്ന് ഇമാജിൻ ചെയ്യുക, അതിലുള്ളത് ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഫ്രക്ടോസ്. ഇവിടെ നോക്കി, ആൽഫ ഡി ഗ്ലൂക്കോസ്, പിന്നെന്തായിരിക്കും ബീറ്റ ഡി ഫ്രക്ടോസ് ഉണ്ടോ. ഇവര് തമ്മിൽ ജോയിൻ ചെയ്യും. ഈ ജോയിൻ ചെയ്യുന്നത് C1 ആൻഡ് C2 ആണ്. ഒന്ന് നോക്കി, ഈ കാർബൺ കണ്ടോ, ഇതിൽ ഒഴിച്ചില്ലേ? ഓക്കെ, ഇവിടെ സെക്കൻഡ് കണ്ടോ, ഇതിൽ ഒഴിച്ചില്ലേ? ഈ ഒഴിച്ചും അതിൽ നിന്ന് H2O പോവും എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഒരു HO, ഇവിടെ നിന്ന് ഒരു H കൂടി എടുത്താൽ എന്താവും, H2O. ബാക്കി എന്തുണ്ട് പറയും? 2 OH, അതിൽ നിന്ന് H2O പോയ ബാക്കി എന്തുണ്ടാവും, O കണ്ടോ. ആ O ബോണ്ടിനെയാണ് ഗ്ലൈക്കോസിലിക് ലിങ്കേജ് എന്ന് പറയുന്നത്. ഈ OH ഇല്ലേ, ഇവിടെ നിന്ന് OH, അവിടെ നിന്ന് H എടുക്കും, ബാക്കി ആ ഒരു O ഇല്ലേ റെഡ് കളറിൽ കണ്ടോ, ഓർത്ത് നോക്കുക. അതാണ് O. അവര് തമ്മിലായിരിക്കും ജോയിൻ ചെയ്ത്. മനസ്സിലായി, ഓർത്ത് നോക്കുക. അപ്പൊ നമ്മൾ എങ്ങനെയാ ഡെഫിനേഷൻ എഴുതാം? ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഫ്രക്ടോസ് ലിങ്ക് ത്രൂ എ ഗ്ലൈക്കോസിലിക് ലിങ്കേജ് ടു ഫോം സൂക്രോസ്. അതാണ് ഡെഫിനേഷൻ ഇപ്പൊ നമ്മൾ എഴുതാൻ പോകുന്നത്. ഓർത്ത് നോക്കുക. ഗ്ലൈക്കോസിലിക് ലിങ്കേജ് എന്ന് പറയുമ്പോൾ എന്താ, എല്ലാത്തിലും വാട്ടർ പോയിട്ട് ഏതായിരിക്കും കോമൺ ആയിട്ട് വരുന്നത്, O. അപ്പോ സ്കൂളിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ സ്ട്രക്ചർ രണ്ടെണ്ണമൊക്കെ വരച്ച് അങ്ങ് തരും. അപ്പൊ നമ്മൾ കൂടി കൺഫ്യൂസ് അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. ഇത് മര്യാദക്ക് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇത് നമ്മൾ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. 1 മാർക്കിന്റെ ക്വസ്റ്റനാണ്. അപ്പൊ അതിൽ വേർഡിൽ കറക്റ്റ് ആയിട്ട് എഴുതിയാലും ഫുൾ മാർക്ക് കിട്ടും. ഇത് എക്സ്ട്രാ എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എറർ വരാൻ പാടില്ല. ഇത് എടുത്തിട്ടേ ഇതിനെ പിടിച്ച് ഇങ്ങനെ പുറത്തോട്ട് ഇടണം, നല്ല വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എന്നിട്ടാണ് അത് വരക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. പക്ഷെ ഇപ്പൊ പഠിക്കേണ്ടത് വേറെ ഒന്നുമില്ല. സൂക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ, ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഫ്രക്ടോസ്. ദെൻ അതിന്റെ ഏതൊക്കെ തമ്മിലാണ് ജോയിൻ ചെയ്യുന്നത്, C1 ആൻഡ് C2. ഇനി വരുന്ന എല്ലാത്തിലും C1 ആൻഡ് C4 ആയിരിക്കും. ഇനി വരുന്ന എല്ലാത്തിലും എന്തായിരിക്കും, C1 ആൻഡ് C4. അടുത്ത മാൾട്ടോസ്, ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഫ്രക്ടോസ് ലിങ്ക് ത്രൂ എ ഗ്ലൈക്കോസിലിക് ലിങ്കേജ്. ഇവിടെ ഓർത്ത് നോക്കുക, അത് C1 ആൻഡ് C4. അടുത്തെന്തായിരുന്നു, ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ആൽഫ ഡി ഗ്ലൂക്കോസ്. ഇത് രണ്ടെണ്ണം അല്ലേ, അതാണ് മാൾട്ടോസ്. അപ്പൊ മാൾട്ടോസ് കഴിച്ചാൽ എന്ത് പറ്റും, നന്നായിട്ട് വണ്ണമൊക്കെ വയ്ക്കും കേട്ടോ, ഓർത്ത് നോക്കുക. ജിംനേഷ്യം ഇതിലൊക്കെ മാൾട്ടോസ്. പൊട്ടറ്റോ ഇല്ലേ, പൊട്ടറ്റോ കഴിച്ചു കഴിഞ്ഞാൽ അതൊരു ഫുള്ള് ഒന്നും പോകില്ല, ബോഡി മുഴുവൻ അബ്സോർബ് ചെയ്യും, പെട്ടെന്ന് വണ്ണം വയ്ക്കും. എന്തുകൊണ്ടാ, ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ആൽഫ ഡി ഗ്ലൂക്കോസ്. അത് ഫുൾ അബ്സോർപ്ഷനിലേക്ക് വരാവുന്ന രീതിയിലാണ് ഓർത്ത് നോക്കാം. ഇത് നമ്മൾ ഏതൊക്കെയായിരിക്കും, ഒരെണ്ണത്തിന്റെ C1 എടുക്കും, മറ്റേ ഏതെടുക്കും, C4 നോക്കി ഇതേ ഇവിടെ കണ്ടോ C4 ഗ്ലൂക്കോസ്. അത് ഇപ്പൊ ഇതുപോലെ തന്നെ ഒരെണ്ണം ഇവിടെ വരച്ചിട്ടുണ്ടെന്ന് മാച്ച് ചെയ്യാം കണ്ടോ. ഓക്കെ, അതിൽ ഒരെണ്ണത്തിന്റെ OH ഇവിടുത്തെ OH കൂടി ചേർന്നിട്ട് എന്താവും, H2 പോയി O ഇട്ട് അങ്ങ് ജോയിൻ ചെയ്യും. ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ ഫിഗർ കിടപ്പുണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. വാട്ട് യു മീൻ മാൾട്ടോസ്, 2 ആൽഫ ഡി ഗ്ലൂക്കോസ് ലിങ്ക് ത്രൂ എ ഗ്ലൈക്കോസിലിക് ലിങ്കേജ് ടു ഫോം മാൾട്ടോസ്. ഇത്രേ ഉള്ളൂ കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ അതിൽ ഏതൊക്കെ തമ്മിൽ ലിങ്ക് വരുന്നത്, C1 ആൻഡ് C4. ഇനി എല്ലാം C1 ആൻഡ് C4 അല്ലേ. ഓക്കെ, അടുത്തത് ലാക്ടോസ്. ലാക്ടോസ് എന്ന് പറയുമ്പോ ബീറ്റ ഡി ഗാലക്ടോസ്. എവിടെ ബീറ്റ ഡി ഗാലക്ടോസ്, ഇവിടെ വരച്ചിട്ടില്ലല്ലോ. ഗാലക്ടോസ് എങ്ങനെ കിട്ടുന്ന പറഞ്ഞേ, ഈ OH എടുത്തിട്ട് മുകളിലേക്ക് കിട്ടാൻ എന്ത് കിട്ടും, ഗാലക്ടോസ് കിട്ടും കേട്ടോ, ഓർത്ത്. ഈ OH അല്ലേ,
അതിനടുത്ത് മുകളിലേക്ക് ഇടാം കേട്ടോ. ഇത് കണ്ടോ എച്ച് എച്ച് ആ, അതിന് പകരം ഇവിടെ ഒഴിച്ച് ഇവിടെ എച്ച്, ഇവിടെ ഒഴിച്ച് ഇവിടെ എച്ച്, അങ്ങനെ വന്നത് ഗാലക്ടോസ്. അപ്പോൾ ബീറ്റാ ഡി ഗാലക്ടോസ് ആൻഡ് എന്തായിരിക്കും ബീറ്റാ ഡി ഗ്ലൂക്കോസ്. ഏതാണ് ബീറ്റാ ഡി ഗ്ലൂക്കോസ്? ബീറ്റാ ഡി ഗ്ലൂക്കോസ് കണ്ടോ, ഓർത്ത് നോക്കാം. അവർ തമ്മിൽ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വരും കേട്ടോ. അപ്പൊ ആ വേർഡിൽ അങ്ങനെ എഴുതിയായിട്ടാണ് പോവുക, എന്ത് കിട്ടും? ലാക്ടോസ് കിട്ടും കേട്ടോ. ഓക്കെ, മൂന്നെണ്ണത്തിന്റെ പേര് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഡൈസാക്രൈഡ്, സുക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. ലാക്ടോസ്. അപ്പൊ ഡൈസാക്രൈഡ്സ് ഏതൊക്കെയായിരുന്നു? പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ പറഞ്ഞു കേട്ടോ. ഓൺലൈനിൽ ജ്യോതിഷയെ പറഞ്ഞേ 3 ഡൈസാക്രൈഡ്സ്. ലാക്ടോസ്, ലാക്ടോസ് കേട്ടോ, ഓർത്ത് നോക്കുക. ലാക്ടോസ് കിട്ടണം. ഓക്കെ. ദെൻ അഷിക, സൂക്രോസ്, 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 സൂക്രോസ്. മാൾട്ടോസ്, മാൾട്ടോസ്. ഫ്ലാവിയ, ദെൻ പറഞ്ഞു. ലാക്ടോസ്, ലാക്ടോസ് കേട്ടോ. ഓക്കെ, അടുത്ത ഹെഡിങ് എഴുതി വെക്കാം കേട്ടോ. ഡൈസാക്രൈഡിന്റെ താഴെ എഴുതി വെക്കാം ഫസ്റ്റ് സൂക്രോസ്. ഫസ്റ്റ് സൂക്രോസ്, സൂക്രോസ് എഴുതാം കേട്ടോ. ഓക്കെ, സൂക്രോസ്. സൂക്രോസ് അവിടെ എഴുതിക്കോ കേട്ടോ. സൂക്രോസിന്റെ ഡെഫിനിഷൻ ആയിട്ട് എഴുതി വെച്ചോ. ആൽഫ ഡി ഗ്ലൂക്കോസ്, സൂക്രോസിന്റെ അവിടെ എഴുതി വെച്ചോ കേട്ടോ. ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റാ ഡി ഫ്രക്ടോസ്, ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റാ ഡി ഫ്രക്ടോസ് linked through a glycosidic linkage, linked through a glycosidic linkage, glycosidic linkage to form, linked through a glycosidic linkage to form glycosidic, GLYCOSIDIC, glycosidic linkage, GLYCOSIDIC, glycosidic linkage to form sucrose, to form sucrose. Second point എഴുതി വെക്കുക. linkage between C1 of alpha D glucose and C2 of beta D fructose. ബ്രാക്കറ്റിൽ C1 and C2. ബ്രാക്കറ്റ് മാത്രം ഓർത്ത് നോക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് എപ്പോഴും ആദ്യത്തെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോ C1 of ആരായിരുന്നു? ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് C2 of beta D fructose. ബ്രാക്കറ്റിൽ C1 and C2. അപ്പോൾ സെക്കൻഡ് പോയിന്റ് ആയി കേട്ടോ, ഓർത്ത് നോക്കുക. തേർഡ് പോയിന്റ് ഇറ്റ് ഈസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് മാത്രമാണ് നോൺ റെഡ്യൂസിങ് ആയിട്ട് നമുക്ക് ഡൈസാക്രൈൽ, അടുത്തൊക്കെ റെഡ്യൂസിങ് ആണ്. ഇറ്റ് ഈസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ. നമ്മൾ പറഞ്ഞു റെഡ്യൂസിങ് ഷുഗർ എന്താണെന്ന് അല്ലേ. നമ്മൾ ടോളറൻസ് റിയേജന്റ് ഒക്കെ ഇടുമ്പോൾ അതിൽ പോസിറ്റീവ് കിട്ടും കേട്ടോ. ഓക്കെ, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? റെഡ്യൂസിങ് ഷുഗർ. ഇതെന്താ അങ്ങനെ കിട്ടത്തില്ല. അപ്പൊ എന്തായിരിക്കും അത്? നോൺ റെഡ്യൂസിങ് ഷുഗർ കേട്ടോ. ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റെഡ്യൂസിങ് ഷുഗറിന്റെ ഡെഫിനിഷൻ ഒക്കെ എഴുതിയിട്ടുണ്ടായി. അതാണ് തേർഡ് പോയിന്റ്. ഇനി ഇതിന് മാത്രമായിട്ടൊരു ഇതുണ്ട്, അതാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ചോദിച്ചേക്കുന്നത്. ഇൻവേർട്ട് ഷുഗർ, INVERT എഴുതുക കേട്ടോ. ഇൻവേർട്ട് ഷുഗർ അണ്ടർലൈൻ ചെയ്യാം. ഇൻവേർട്ട് ഷുഗർ. എന്തുകൊണ്ട് ഇൻവേർട്ട് എന്ന് പറഞ്ഞു തരാം. ഇത് ആൽഫ ഡി ഗ്ലൂക്കോസ് ആണ്. ആൽഫ ഡി ഗ്ലൂക്കോസിന്റെ ഇവിടെ നോക്കിയേ പ്ലസ് ആണ്, ശരിയല്ലേ? ഓർത്ത് നോക്കുക. പിന്നെ അത് അടുത്ത എന്തായിരുന്നു? ബീറ്റാ ഡി ഫ്രക്ടോസ്. ഫ്രക്ടോസിന് എന്താ? മൈനസ്. അപ്പൊ സൂക്രോസിന് എന്തായിരിക്കും? ഇത് പ്ലസ്, ഇത് മൈനസ് കേട്ടോ, ഓർത്ത് നോക്കുക. ഇത് സൂക്രോസ് ഓൾറെഡി ഡെക്സ്ട്രോ ആണ്. അപ്പൊ ഇതിന് പ്രയോറിറ്റി കുറച്ച് കൂടുതൽ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ ഇത് രണ്ട് സ്പ്ലിറ്റ് ആവും. സ്പ്ലിറ്റ് ആകുമ്പോൾ ഡെക്സ്ട്രോ മാറിയിട്ട് എന്താവും? ലീവോ. ഡെക്സ്ട്രോ മാറിയിട്ട് എന്താവും? ലീവോ. പ്രയോറിറ്റി ആർക്ക് വരും? അപ്പോൾ വാട്ടറിലിട്ട് കഴിഞ്ഞാൽ ഇതിന് വരും കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ സൂക്രോസ് ആണ്, അതൊരു ഡെക്സ്ട്രോ ആയിട്ട് നിൽക്കും. പക്ഷെ വാട്ടറിൽ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ
ആ ഡെക്സ്ട്രോ ഇന്ന് മാറിയിട്ട് എന്താവും ഇൻവേർട്ട് എന്ന് പറയുന്നത് തിരിയോ അല്ലെ, അത് എന്താവും ലീവോ, അതുകൊണ്ടാണ് അതിനെ ഇൻവേർട്ട് ഷുഗർ എന്ന് വിളിക്കുന്നത് കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ ഇതില് ഒരെണ്ണത്തിൽ പ്ലസ് ഉണ്ട്, മറ്റേതിന് എന്തുണ്ട്, മൈനസ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യും, മാറും കേട്ടോ. ഒന്ന് എഴുതി വെച്ചു. ഹൈഡ്രോളിസിസ് ഓഫ് സൂക്രോസ്, hydrolysis of sucrose, hydrolysis of sucrose bring about, hydrolysis of sucrose bring about a change in the sign of rotation. Hydrolysis of sucrose bring about a change in the sign of rotation. Sign of rotation. Sign of rotation, comma, from dextro to levo. Sign of rotation, comma, from dextro to levo. Dextro to levo. കേട്ടോ, അത് ഒന്ന് അണ്ടർലൈൻ ചെയ്യും. Dextro to levo എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തേ. And the product is named as invert sugar. And the product is named as invert sugar. അപ്പൊ ഈ ടോപ്പിക്കിൽ ഇൻവേർട്ട് ഷുഗർ ഇതിന് മാത്രമേ ഉള്ളൂ കേട്ടോ, ഓർത്ത് നോക്കാം. നോൺ റെഡ്യൂസിങ്ങും ഇൻവേർട്ടും ഇതാണ് ആക്ച്വലി വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സിൽ ചോദിക്കും അല്ലെ, ഒലിഗോസാക്രൈഡ് അല്ലെങ്കിൽ ഡൈസാക്രൈഡ് അല്ലെ, എക്സിബിറ്റ് നോൺ റെഡ്യൂസിങ് ആൻഡ് ഇൻവേർട്ട് ഷുഗർ, അപ്പൊ തന്നെ സൂക്രോസിനെ പിടിച്ചേക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഓർത്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് അടുത്ത ഹെഡിങ് മാൾട്ടോസ് അല്ലെ, പൊട്ടറ്റോനെ ഒക്കെ ഓർക്കാൻ പറഞ്ഞു, മാൾട്ടോസ് എന്നൊക്കെ പറയുന്നത് അല്ലെ. ഓക്കെ, മാൾട്ടോസ് അല്ലെ, മാൾട്ടോസ് എന്തുകൊണ്ടായിരിക്കും അത് കംപ്ലീറ്റ് അബ്സോർപ്ഷൻ ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് അല്ലെ, അല്ലെങ്കിൽ കൂടുതൽ അബ്സോർപ്ഷൻ, ലാർജ് അബ്സോർപ്ഷൻ, കാരണം അതിൽ എന്ത് മാത്രമേ ഉള്ളൂ, ആൽഫ ഡി ഗ്ലൂക്കോസ് ഉള്ളൂ അല്ലെ. ഓക്കെ, അപ്പോൾ എഴുതിയോ 2 alpha D glucose unit, 2 alpha D glucose unit, 2 alpha TW എന്ന് തന്നെ എഴുതണം കേട്ടോ, TW എന്ന് തന്നെ എഴുതണം. 2 alpha D glucose unit linked through a glycosidic linkage, linked through a glycosidic linkage to form maltose. സെക്കൻഡ് പോയിന്റ് എങ്ങനെ എഴുതും, ഞാൻ പറഞ്ഞു ഇനി വരുന്ന എല്ലാത്തിനും എന്താന്നാ പറഞ്ഞേ, C1 and C4 അല്ലേ. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതും, C1 of 1 alpha D glucose, C1 of സെക്കൻഡ് പോയിന്റ് കേട്ടോ, C1 of alpha 1 alpha D glucose, 1 alpha D glucose linked to C4 of another alpha D glucose. രണ്ട് ആൽഫ അല്ലേ, അപ്പൊ C1 of 1 alpha D glucose linked to C4 of another alpha D glucose. Another alpha D glucose. Third point, it is a reducing sugar. It is a reducing sugar. It is a reducing sugar. The next heading, lactose. Lactose. First point, commonly known as milk sugar. മിൽക്കിലുള്ളതാണ് അല്ലെ, കോമൺലി. ഫസ്റ്റ് പോയിന്റ് ലാക്ടോസ് അണ്ടർലൈൻ ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് കോമൺലി നോൺ ആസ് മിൽക്ക് ഷുഗർ. മിൽക്ക് ഷുഗർ കേട്ടോ, ഓർത്ത് നോക്കാം. മിൽക്കിലുള്ളതാണ്, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ആദ്യത്തെ പോയിന്റ് അങ്ങനെ എഴുതാം. സെക്കൻഡ് പോയിന്റ് നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെയാണ്, ബീറ്റ ഡി ഗാലക്ടോസ്, GALA ഗാലക്ടോസ്, CTOSC ഗാലക്ടോസ്, ബീറ്റ ഡി ഗാലക്ടോസ് കേട്ടോ. ബീറ്റ ഡി എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെ തന്നെ എഴുതാം കേട്ടോ, ബീറ്റ ഡി ഗാലക്ടോസ്, സൈൻ ഓഫ് റൊട്ടേഷൻ കൊടുക്കണ്ട, ബീറ്റ ഡി ഗാലക്ടോസ് and beta D glucose, beta D galactose and beta D glucose, beta D galactose and beta D glucose linked through a glycosidic linkage to form lactose, linked through a glycosidic linkage to form lactose.
ആ രണ്ടും എന്ത് തന്നെയാണ് ആക്ച്വലി അല്ലെ, ബീറ്റാ ഡി അത് ലീവോ ആയിരിക്കും കേട്ടോ. ഓർക്കുക. നെക്സ്റ്റ് അടുത്ത പോയിന്റ് എഴുതി വെച്ചു. C1 of galactose and C4 of glucose. ബ്രാക്കറ്റിൽ C1 and C4. C1 of galactose and C4 of glucose. Last point, it is a reducing sugar. അടുത്ത point, it is a reducing sugar. അപ്പോൾ ഇപ്പൊ കഴിഞ്ഞ ഡൈസാക്കറൈഡ്സ് ആണ്. 3 ഡൈസാക്കറൈഡ്സിന്റെ പേരൊന്ന് പറഞ്ഞേ. സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. ക്ലിയർ ആണ് അല്ലേ? ഓക്കെ. അപ്പൊ അതില് ആരൊക്കെയാണ് അതാണ് പഠിക്കേണ്ടത് അല്ലേ? ഓർത്തോ. ആദ്യത്തെ ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റാ ഡി ഫ്രക്ടോസ്. സെക്കൻഡ് എന്തായിരുന്നു? 2 ആൽഫ ഡി ഗ്ലൂക്കോസ്. തേർഡിൽ എന്തായിരുന്നു? ബീറ്റാ ഡി ഗാലക്ടോസ് ആൻഡ് ബീറ്റാ ഡി ഗ്ലൂക്കോസ് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ആദ്യം പഠിക്കേണ്ടത്. പിന്നെ എല്ലാത്തിലുള്ള കോമൺ പോയിന്റ് എന്തായിരുന്നു? ആദ്യത്തെ C1 ആൻഡ് C2, അടുത്ത എല്ലാം C1 ആൻഡ് C4. ഇനി ആദ്യത്തെ മാത്രം നോൺ റെഡ്യൂസിങ്, ബാക്കിയുള്ള എല്ലാം റെഡ്യൂസിങ്. അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കണം കേട്ടോ, അല്ലെങ്കിൽ മറന്നുപോകും, മാറിപ്പോവും കേട്ടോ. ഓർത്തോ. ഏറ്റവും കൂടുതൽ ഇതിന് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയാലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുമിച്ച് പഠിക്കാൻ പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വേണ്ടി പോളിസാക്കറൈഡ്. അടുത്ത പോളിസാക്കറൈഡ്. POLY SACCHARIDES പോളിസാക്കറൈഡ്സ്. നെക്സ്റ്റ് ഏതാ? കണ്ടമാനമുണ്ട് കേട്ടോ. ഓർത്തു. കുറച്ച് ഭയം അല്ലേ, ഒരു സാധനങ്ങളിലൊക്കെ പുതിയ പുതിയ കേട്ടോ. ദെൻ പോളിസാക്കറൈഡ് കേട്ടോ. ഓർത്ത് നോക്കും. പോളിസാക്കറൈഡിൽ ഫസ്റ്റ് പോയിന്റ് എഴുതി വെച്ചോ കേട്ടോ. പോളിസാക്കറൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ എഴുതി കഴിഞ്ഞു. എന്താണ്? ലാർജ് നമ്പർ ഓഫ് മോണോസാക്കറൈഡ് ജോയിൻ ചെയ്യുന്നതാണ് അല്ലേ? ഓക്കെ. അതിൽ 3 ഹെഡിങ്സ് ആണ് വരുന്നത്. സ്റ്റാർച്ച് ഫസ്റ്റ് എഴുതുക, സ്റ്റാർച്ച്. അപ്പൊ നമ്മൾ ആദ്യത്തെ ഹെഡിങ്ങിൽ എഴുതിയാണ് പോളിസാക്കറൈഡ്, അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇവിടെ എഴുതി വെക്കുക, സ്റ്റാർച്ച്. നമുക്കിതിൽ 3 പോളിസാക്കറൈഡ് ആണ്. ഏകദേശം ഒന്ന് മനസ്സിലാക്കിയിട്ട് എഴുതാം. സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ. സ്റ്റാർച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ മെയിൻ ആയിട്ട് സ്റ്റാർച്ച് വരുന്നത് എന്തൊക്കെയാണ്? ആക്ച്വലി റൈസ് അല്ലേ? റൈസ് വാട്ടർ അല്ലെങ്കിൽ റൈസിലൊക്കെ സ്റ്റാർച്ച് കണ്ടന്റ് ആണ് ആക്ച്വലി വരുന്നത്. ലാർജ് നമ്പർ ഓഫ് എന്ത് വരുന്നുണ്ട്? ആൽഫ ഡി ഗ്ലൂക്കോസ് അല്ലെ? അതുകൊണ്ടാണ് നമ്മുടെ മെയിൻ എനർജി സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ആൽഫ ഡി ഗ്ലൂക്കോസ് ഉള്ള കോമ്പൗണ്ടുകളാണ് നമ്മൾ അല്ലെ ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ അതുപോലെയുള്ളവരൊക്കെ കൺസ്യൂം ചെയ്യുന്നതിന്റെ കാരണം ഇതാണ് നമുക്ക് വരുന്നത് ആൽഫ ഡി ഗ്ലൂക്കോസ്. അപ്പോൾ ഈ ആൽഫ ഡി ഗ്ലൂക്കോസ് എന്താണ് ആക്ച്വലി വരുന്നത്? ലിങ്ക് ചെയ്ത് ഫോം ചെയ്യുന്നതാണ് എന്ത് വരുന്നത്? സ്റ്റാർച്ചിൽ വരുന്നത്. സെല്ലുലോസിൽ ഇതാണ്, സെല്ലുലോസിൽ ബീറ്റാ ഡി ഗ്ലൂക്കോസ്. അപ്പോൾ സ്റ്റാർച്ചും സെല്ലുലോസും തമ്മിലുള്ള വ്യത്യാസം എന്താ? സ്റ്റാർച്ചിൽ മുഴുവൻ എന്തായിരിക്കും? ആൽഫ ഡി ഗ്ലൂക്കോസ്. സെല്ലുലോസിൽ എന്തായിരിക്കും? ബീറ്റാ ഡി ഗ്ലൂക്കോസ് കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി ഗ്ലൈക്കോജൻ ഉണ്ട്, അനിമൽ ഫാറ്റ് എന്ന് പറയുന്നത്. അനിമൽ ഫാറ്റ്, ആ അനിമൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന സ്റ്റാർച്ചിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്, അമൈലോസ് ആൻഡ് അമൈലോപെക്റ്റിൻ. അമൈലോസ് ആൻഡ് അമൈലോപെക്റ്റിൻ. ഈ അമൈലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഡി ഗ്ലൂക്കോസ് ഒരു എന്താണ് ബ്രാഞ്ച് ഒന്നുമില്ലാതെ അൺബ്രാഞ്ച്ഡ് ചെയിൻ ആയിട്ട് നിന്നാൽ അത് ഇങ്ങനെ വന്ന് ഇങ്ങനെ C1 ആൻഡ് C4 C1 ആൻഡ് C4 അങ്ങനെ ഈ ഒരു ചെയിൻ ഇത് മുഴുവനും ഒരു ആൽഫ ഡി ഗ്ലൂക്കോസ് ഇങ്ങനെ ഇങ്ങനെ കറക്റ്റ് ഓർഡറിൽ വരികയാണ്. അങ്ങനെ വന്നാൽ അത് നമ്മൾ വിളിക്കുന്ന അമൈലോസ്. അമൈലോപെക്റ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു അമൈലോസിന്റെ ചെയിൻ, ഇത് വേറെ ഒരു അമൈലോസിന്റെ ചെയിൻ വീണ്ടും എന്താവും? ബ്രാഞ്ച് ആവും. ഓർത്ത് നോക്കുക. അപ്പൊ ഇതൊരു അമൈലോസ് ആണ്, ഇത് വേറെ അമൈലോസ്. ഇവർ തമ്മിൽ ബ്രാഞ്ച് വരും. ആ ബ്രാഞ്ച് ഉണ്ടാകുമ്പോഴാണ് അമൈലോപെക്റ്റിൻ. അമൈലോപെക്റ്റിൻ വാട്ടർ ഇൻസോലുബിൾ ആണ്. എന്താണ്? വാട്ടർ ഇൻസോലുബിൾ. അപ്പൊ ഈ അമൈലോപെക്റ്റിന്റെ തന്നെ കോംപ്ലക്സ് സ്ട്രക്ചർ ആയിരിക്കും വരുന്നത് ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എന്താവും? ബ്രാഞ്ച്ഡ് ആയിരിക്കും വരുന്നത് അല്ലെ? നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്ന ഫാറ്റ് അല്ലെ? അപ്പൊ അത് ആണ് ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ 3 ആണ്. ഏതൊക്കെയാണെന്ന് പറഞ്ഞു നോക്കിയേ. സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ കേട്ടോ. ഓർത്ത് വെക്കുക. അതില് ബീറ്റാ ഡി ഗ്ലൂക്കോസ് ഏതിനാ വരുന്നത്? സെല്ലുലോസ്. ബാക്കി രണ്ടിലും എന്തായിരിക്കും? ആൽഫ ഡി ഗ്ലൂക്കോസ്. അതാണ് ആദ്യത്തെ ഒബ്സർവേഷൻ വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക. ലാർജ് നമ്പർ ആണ് വരുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ സ്റ്റാർച്ച് എഴുതി, അതിൽ ഫസ്റ്റ് പോയിന്റ് എഴുതി വെച്ചു കേട്ടോ. സ്റ്റാർച്ച്. കാരണം എന്താ? ആൽഫ ഡി ഗ്ലൂക്കോസ് വരും അല്ലേ? ഓക്കെ. എഴുതി വെച്ചു. സ്റ്റാർച്ച് ഈസ് ദ മെയിൻ സ്റ്റോറേജ്. സ്റ്റാർച്ച് ഈസ് ദ മെയിൻ സ്റ്റോറേജ് പോളിസാക്കറൈഡ് ഓഫ് പ്ലാന്റ്. ഫസ്റ്റ് പോയിന്റ് കേട്ടോ. സ്റ്റാർച്ച് ഈസ് ദി മെയിൻ സ്റ്റോറേജ് പോളിസാക്കറൈഡ് ഓഫ് പ്ലാന്റ്.
Starch is the main storage polysaccharide of plant. Second point, അടുത്ത ലൈനിൽ എഴുതി വെക്കുക കേട്ടോ. It is a polymer of alpha glucose. Second point, it is a polymer of, polymer എന്ന് പറഞ്ഞാൽ എന്താ? പോളി എന്ന് പറഞ്ഞ മീനിങ് എന്താ? മെനി. മെർ എന്ന് പറഞ്ഞാൽ എന്താ? ജോയിൻ ടുഗദർ. കണ്ടോ ഓർത്തോക്കെ. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് ഗ്ലൂക്കോസ് ജോയിൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ആ വേർഡ് കേട്ടോ. ഇറ്റ് ഈസ് എ പോളിമർ ഓഫ് ആൽഫ ഗ്ലൂക്കോസ് ആൻഡ് കൺസിസ്റ്റ് ഓഫ് ടു കമ്പോണന്റ് amylose and amylopectin. Amylose and amylopectin. Amylose and amylopectin. Amylose and amylopectin. ഇനി നിങ്ങൾ ഒരു ടേബിൾ ആക്കണം കേട്ടോ. അമൈലോസും അമൈലോപെക്റ്റിനും ഒരു ടേബിൾ ആക്കാം കേട്ടോ. നോക്കുക. അമൈലോപെക്റ്റിൻ, PECTIN, പെക്റ്റിൻ, PECTIN, അമൈലോപെക്റ്റിൻ. ദെൻ ഒരു ടേബിൾ കേട്ടോ. ഫസ്റ്റ് ടേബിളില് അമൈലോസ്, ദെൻ അമൈലോപെക്റ്റിൻ. വേഗം ആക്കാം കേട്ടോ. അമൈലോസ് അമൈലോപെക്റ്റിൻ രണ്ട് ടേബിൾ ആക്കി എഴുതി വെച്ചാൽ മതി കേട്ടോ. അമൈലോസ് അമൈലോപെക്റ്റിൻ. വേണ്ട, ആൽഫ ഗ്ലൂക്കോസ് എഴുതിയാൽ മതി കേട്ടോ. ആൽഫ ഡി എന്ന് വേണമെങ്കിൽ എഴുതിക്കോ, രണ്ടിലും സെയിം ആണ് കേട്ടോ. ഓക്കെ. ഇതിന് ഇനി പറയുമ്പോൾ ആൽഫ ഗ്ലൂക്കോസും ഇത് ബീറ്റ കേട്ടോ. ഓക്കെ, അത്രയും പറഞ്ഞാണ്. അമൈലോസ് അമൈലോപെക്റ്റിൻ അങ്ങനെ രണ്ട് ടേബിൾ ആക്കാം കേട്ടോ. എന്നൊരു ഫസ്റ്റ് പോയിന്റ് അമൈലോസിന്റെ അവിടെ എഴുതി വെക്കാം. ഇറ്റ് ഈസ് വാട്ടർ സോലുബിൾ. ഇറ്റ് ഈസ് വാട്ടർ സോലുബിൾ. അമൈലോസിന്റെ അവിടെ കേട്ടോ. അമൈലോസ് അമൈലോപെക്റ്റിൻ രണ്ട് ടേബിൾ ആക്കാം. അമൈലോസിൽ ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. ഇറ്റ് ഈസ് water soluble. It is water soluble. Amylopectin avada it is insoluble in water. It is insoluble in water. It is soluble in water. And the amylopectin, pectin avada it is insoluble in water. Second point, 15 to 20% of starch. 15 to 20% of starch. 15 to 20% of starch. Amylosinde avadeyanu ട്ടോ. 15 to 20% of starch. Amylopectin avade ezhuthi vekka. 80 to 85% of starch. 80 to 80% of starch. 80 to 85% of starch. Then third point, amylosinde avade ezhuthi vekka. It is long unbranched chain of alpha D glucose. It is long unbranched. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അമൈലോസ് ആണ് അൺബ്രാഞ്ച്. അൺബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ഓപ്പൺ ചെയിൻ അല്ലേ, സ്ട്രൈറ്റ് ആണ്. അൺബ്രാഞ്ച്ഡ് ചെയിൻ, അൺബ്രാഞ്ച്ഡ് ചെയിൻ ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ്. അൺബ്രാഞ്ച്ഡ് ചെയിൻ ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ്. അതുകൊണ്ടാണ് വാട്ടർ സോലുബിൾ ആണ് കേട്ടോ. ഓക്കെ, അൺബ്രാഞ്ച്ഡ് ചെയിൻ ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ് യൂണിറ്റ് held together by C1 and C4 glycosidic linkage. Held together by C1 and C4 glycosidic linkage. C1 and C4 glycosidic linkage. അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് അമൈലോപെക്റ്റിന്റെ അവിടെ എഴുതി വെക്കുക. It is a branched chain of alpha D glucose, unit, formed by C1 and C4 glycosidic linkage. C1 and C4 glycosidic linkage. ഇവ രണ്ട് സ്ഥലത്ത് C1 and C4 ആണ് അല്ലേ. C1 and C4 glycosidic linkage. Whereas branching occur by
whereas branching occur by C1 and C6. Branching occur by C1 and C6 glycosidic linkage. അപ്പോൾ ബ്രാഞ്ച് വരുമ്പോൾ മാത്രമാണ് C1 and C6 വരുന്നത് ഉണ്ടോ? രണ്ടുപേർക്കും C1 and C4 തന്നെയാണ്, പക്ഷെ ബ്രാഞ്ച് വരുമ്പോൾ മാത്രം C1 and C6. ഓക്കെ, അപ്പോൾ സ്റ്റാർച്ച് ആണ്. സ്റ്റാർച്ചിന്റെ രണ്ട് ടൈപ്പും കഴിഞ്ഞു. സ്റ്റാർച്ച് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് അതിൽ ആൽഫ ഡി ഗ്ലൂക്കോസ് ആണ് ഫസ്റ്റ് കേട്ടോ, ഓർത്തു വെക്കുക. ഇനി അമൈലോപെക്റ്റിൻ, അമൈലോസ് എന്ന് പറഞ്ഞാൽ വാട്ടർ സോലുബിൾ ആവാൻ കാരണം എന്താ? ബ്രാഞ്ച് ഒന്നുമല്ല അല്ലെ, സ്ട്രേറ്റ് ചെയിൻ ആണ്, അല്ലെങ്കിൽ അൺബ്രാഞ്ച്ഡ് ആണ്. സ്ട്രേറ്റ് ചെയിൻ എന്നല്ല, അൺബ്രാഞ്ച്ഡ് ആണ്. അങ്ങനെ അൺബ്രാഞ്ച്ഡ് ആവുമ്പോൾ ഈസി ആയിട്ട് അത് വാട്ടറിൽ സോലുബിൾ ആകും കേട്ടോ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് അടുത്ത് സെല്ലുലോസ് നെക്സ്റ്റ് ഹെഡിങ് കേട്ടോ. അപ്പൊ എന്ത് കഴിഞ്ഞു? പോളിസാക്കറൈഡിൽ ഫസ്റ്റ് ഇതാണ് സ്റ്റാർച്ച് കഴിഞ്ഞു. അടുത്ത ഹെഡിങ് ആണ് സെല്ലുലോസ്. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക കേട്ടോ. സെല്ലുലോസ് ഈസ് എ സ്ട്രെയിറ്റ് ചെയിൻ പോളിസാക്കറൈഡ്. Cellulose is a straight chain polysaccharide. Cellulose is a straight chain polysaccharide composed only of beta D glucose. Composed only of beta D glucose. ആ ബീറ്റാ ഡി അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. Cellulose is a straight chain polysaccharide composed only of beta D glucose. Beta D glucose underline ചെയ്യാം, മറ്റേത് ഇതും തമ്മിൽ അതാണ് ഡിഫറൻസ് മെയിൻ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത പോയിന്റ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് എഴുതി വെക്കുക. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ബിറ്റ്വീൻ C1 and C4 of glucose unit. C1 and C4 glucose unit. ഓക്കെ, അപ്പോൾ എന്ത് കഴിഞ്ഞു? സെല്ലുലോസ് കഴിഞ്ഞു. നെക്സ്റ്റ് ഹെഡിങ് ഗ്ലൈക്കോജൻ. അടുത്ത ഹെഡിങ് ഗ്ലൈക്കോജൻ. സെല്ലുലോസ് എവിടെയാണ് നിങ്ങൾ ആദ്യം പഠിച്ചേക്കുന്ന ഓർമ്മയുണ്ടോ? എന്റെയൊക്കെ ഓർമ്മ സെല്ലുലോസ് എന്ന് പറയുമ്പോൾ തന്നെ പ്ലാന്റ് സെൽ വാൾ അല്ലെ, സെൽ വാൾ എന്നൊക്കെ പറഞ്ഞൊരു പിക്ചറൊക്കെ വരച്ച് ചെറിയ ക്ലാസ്സിൽ നമ്മൾ അല്ലെ 7th-ലോ 8th-ലോ കൊണ്ടാണ് ആദ്യത്തെ ഒരു സ്ട്രക്ചറൊക്കെ വരക്കുന്നത്. ആ സെല്ലുലോസ് തന്നെയാണ് ഇതും കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ സെൽ വാൾ അല്ലെങ്കിൽ ഒരു പ്ലാന്റിന്റെ സ്ട്രക്ചറൽ സ്ട്രെങ്ത് കിട്ടാൻ കാരണം ആരാ? സെല്ലുലോസ് ആണ് അല്ലെ. നമ്മൾ വുഡിന്റെ ഒക്കെ സ്ട്രക്ചറൽ സ്ട്രെങ്ത് കിട്ടുന്നത് സെല്ലുലോസ് ആണ്. അപ്പൊ ആ പ്ലാന്റിന്റെ സെൽ വാൾ ആണ് കേട്ടോ. ഓക്കെ, ഓർത്ത് നോക്കുക. അടുത്താണ് ഗ്ലൈക്കോജൻ നമ്മൾ അനിമൽ സ്റ്റാർച്ച് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അതാണ് ആദ്യത്തെ പോയിന്റ് എഴുതി വെക്കാം. It is also known as animal starch. First point കേട്ടോ. It is also known as animal starch. Because its structure is similar to amylopectin. And is rather more highly branched. സെക്കൻഡ് പോയിന്റ് കേട്ടോ, അത് എവിടെയൊക്കെ ഉണ്ടെന്നുള്ളതാണ്. അടുത്ത പോയിന്റ് അടുത്ത ലൈനിൽ എഴുതി വെക്കാം. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ലിവർ, മസിൽസ് ആൻഡ് ബ്രെയിൻ. It is present in liver, muscles and brain. It is present in liver, muscles and brain. അല്ലേ, അതുകൊണ്ടാണ് ചില ഇതിലുള്ളതാണ് ബ്രേക്ക്ഫാസ്റ്റ് കട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും, കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മൾ ഉറങ്ങി ഒരു 8 hours ഒക്കെ അല്ലെ, അല്ലെങ്കിൽ ഒരു 6 hour അല്ലെങ്കിൽ 7 hours കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ ഫുഡ് ഇൻടേക്ക് വരുമ്പോൾ ഏറ്റവും ആ ഫുഡ് ടേക്കിൽ കിട്ടുന്ന ഗ്ലൂക്കോസിന്റെ ആദ്യത്തത് എവിടേക്ക് പോകും എന്നാ പറയുന്നത്? ബ്രെയിനിലേക്ക് പോകും. അതാണ് അത് അവർ പറയുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് കേട്ടോ. ഭയങ്കര വലിയതൊന്നുമല്ല, പക്ഷെ അതിൽ വലിയ കാര്യമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇത്തിരി കൂടി പ്രായമൊക്കെ കഴിയുമ്പോൾ പെട്ടെന്ന് ബോഡിയിൽ മെറ്റബോളിസം ഇല്ലെങ്കിൽ എന്ത് പറ്റും?
എന്ത് പറ്റും, ഗ്ലൂക്കോസിന്റെ ലെവൽ പെട്ടെന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ അല്ലേ ബ്രെയിനിൽ വീഴും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ബ്രെയിനിന്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ കേട്ടോ, ഓർത്ത് എന്ന് കരുതിയിട്ട് ബ്രെയിനിൽ നിറച്ചു അതല്ല കേട്ടോ, ഓർത്ത് വളരെ ചെറിയൊരു എമൗണ്ട് ഉള്ളൂ കേട്ടോ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. ഗ്ലൈക്കോജൻ ഈസ് ഓൾസോ ഫൗണ്ട് ഇൻ ഈസ്റ്റ് ആൻഡ് ഫംഗൈ. വൺ വേർഡ് ആയിട്ട് വരാറുണ്ട്. ഗ്ലൈക്കോജൻ ഈസ് ഓൾസോ ഫൗണ്ട് ഇൻ ഈസ്റ്റ് ആൻഡ് ഫംഗൈ. അപ്പൊ ഇത് ഇത്രയും കഴിയുമ്പോൾ ഗ്ലൈക്കോജൻ കംപ്ലീറ്റ് ആയി കേട്ടോ. ഓക്കെ, ഗ്ലൈക്കോജൻ കംപ്ലീറ്റ് ആയി. ദെൻ നെക്സ്റ്റ് ഹെഡിങ് ആണ് ഇമ്പോർട്ടൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. ഇമ്പോർട്ടൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് അടുത്ത ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ. ഇമ്പോർട്ടൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. ഇമ്പോർട്ടൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ഇമ്പോർട്ടൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. അണ്ടർലൈൻ ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക. കാർബോഹൈഡ്രേറ്റ് ആർ യൂസ്ഡ് ആസ് എ കാർബോഹൈഡ്രേറ്റ്. ഫസ്റ്റ് പോയിന്റ്, carbohydrate are used as a storage molecule. Carbohydrate are used as storage molecule. Carbohydrate are used as a storage molecule as starch in plants and starch in plants. Starch in plants. Starch in plants and glycogen in animals. And glycogen in animals. Glycogen in animals. പ്രാക്കൾ എഴുതി വെക്കുക. എന്തിനാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമ്മുടെ ബോഡിയിലൊക്കെ? അല്ലെങ്കിൽ പ്ലാന്റ്സിനൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നത്? എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സോഴ്സ് ഓഫ് എനർജി. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക കേട്ടോ. സോഴ്സ് ഓഫ് എനർജി. നിങ്ങൾക്ക് അറിയാലോ, സെല്ലുലാർ റെസ്പിറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, അറിയാലോ. ഈ ഗ്ലൈക്കോജനിലൊക്കെ ഉള്ളത് എന്ത് യൂണിറ്റാ? ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിനെ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ഈ വർത്താനം പറയാൻ എന്ത് വേണം? ഗ്ലൂക്കോസ് എടുത്തിട്ട് അപ്പൊ തന്നെ ഓക്സിജൻ ആയിട്ട് ബ്രീത്ത് ചെയ്യുന്നുണ്ട് അല്ലേ, അത് നിൽക്കാൻ പാടില്ല, അതിട്ട് കത്തിക്കും, എന്നിട്ട് എന്ത് പറ്റും? എനർജി വരും. ആ എനർജി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്ന മുഴുവനും. അപ്പോ എത്ര എന്ത് എന്ന് പറഞ്ഞാലും ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല? എനർജി ഉണ്ടാവില്ല അല്ലെ. അപ്പൊ എനർജിക്ക് വേണ്ടിയിട്ട് ഗ്ലൂക്കോസ് എന്തായാലും ആവശ്യമാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ സോഴ്സ് ഓഫ് എനർജി ആണ് ടാഗിൽ സോഴ്സ് ഓഫ് എനർജി കേട്ടോ. സോഴ്സ് ഓഫ് എനർജി എന്ന് എഴുതാം. സെക്കൻഡ് പോയിന്റ്, സെൽ വാൾ ഓഫ് ബാക്ടീരിയ ആൻഡ് പ്ലാന്റ് ഈസ് മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. അടുത്ത പോയിന്റ് കേട്ടോ. സെൽ വാൾ ഓഫ് ബാക്ടീരിയ ആൻഡ് പ്ലാന്റ്സ് ഈസ് മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. സെല്ലുലോസ്. പിന്നെ ഇവിടെ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചേക്കുന്നത് ഇതാണ്. നമ്മുടെ ഫർണിച്ചർ അതെന്താ? സെല്ലുലോസ് ആണ്. വുഡ് അല്ലെ, വുഡ് അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്ന് അടുത്ത പോയിന്റ് ആയിട്ട് എഴുതി വെക്കാം. സെല്ലുലോസ് ഇൻ ദ ഫോം ഓഫ്, അടുത്തത് കേട്ടോ, സെല്ലുലോസ് ഇൻ ദ ഫോം ഓഫ് വുഡ് ആൻഡ് ക്ലോത്ത്സ്. വുഡ് ആൻഡ് ക്ലോത്ത്സ്. പിന്നെയും കുറെ എഴുതി വെച്ചിട്ടുണ്ട്. പേപ്പർ ഇൻഡസ്ട്രി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഓർത്തു അത്ര മതി. വുഡ് ആൻഡ് ക്ലോത്ത്. വുഡ്, ക്ലോത്ത്, പേപ്പർ ഇൻഡസ്ട്രി അങ്ങനെയൊക്കെ കൊടുക്കാം കേട്ടോ. വുഡ് ആൻഡ് ക്ലോത്ത്. അപ്പോൾ ഇതോടുകൂടി എന്ത് കഴിയാണ്? കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ ടോട്ടൽ എത്ര ബയോമോളിക്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞ്? 5. അതിൽ ആദ്യത്തെ കംപ്ലീറ്റ് ആയി ഏതായിരുന്നു? കാർബോഹൈഡ്രേറ്റ്. അതാണ് ഏറ്റവും മേജർ പോർഷൻ ആയിട്ട് വരുന്നത്. ദെൻ ഇനി നെക്സ്റ്റ് പ്രോട്ടീൻ, അത് കഴിഞ്ഞാൽ വൈറ്റമിൻസ്, എൻസൈം, ദെൻ DNA ആൻഡ് RNA അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത ഹെഡിങ് എഴുതി വെച്ചു കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് പ്രോട്ടീൻ. അടുത്താണ് പ്രോട്ടീൻസ്. പ്രോട്ടീന്റെ ഒരു ടോട്ടാലിറ്റി പറയാം. പ്രോട്ടീൻ എന്ന് പറയുന്ന സമയത്ത് ആദ്യം നമ്മൾ ഓർത്തു വെക്കേണ്ടത് എന്താണ് പ്രോട്ടീൻ? പ്രോട്ടീൻ എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ് ജോയിൻ ടുഗദർ, ലാർജ് നമ്പർ ഓഫ് അമിനോ ആസിഡ്സ് കേട്ടോ, ഓർത്തു വെക്കാം. ലാർജ് നമ്പർ ഓഫ് അമിനോ ആസിഡ് join together in a peptide bond to form protein. ഇതാണ് പ്രോട്ടീൻ വരുന്നത്. അപ്പൊ പ്രോട്ടീനിൽ എന്തുണ്ട്? അമിനോ ആസിഡ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ പ്രോട്ടീൻ പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ
എന്ത് പഠിപ്പിക്കണം? അമിനോ ആസിഡ്. അപ്പൊ പ്രോട്ടീന്റെ അണ്ടറിൽ വരുന്ന ഫസ്റ്റ് സബ് ഹെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിനോ ആസിഡ് ആണ്. അമിനോ എന്ന് പറഞ്ഞാൽ ഏത് ഗ്രൂപ്പാ? അമിനോ. അമീൻ എന്ന് പറഞ്ഞ എന്താ? NH2 അല്ലെ? ഓക്കെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഒരു കാർബൺ ഉണ്ടാവും. ഈ കാർബണിലേക്ക് NH2 ഗ്രൂപ്പ്, ഇവിടെ നോക്കിയേ, NH2 ഗ്രൂപ്പ്, NH2 ഗ്രൂപ്പ് ഇത് വന്നാൽ അമിനോ ഗ്രൂപ്പായി. പിന്നെ എന്ത് പറഞ്ഞേക്കുന്നത് ഇവിടെ? COOH അല്ലെ? കാർബോക്സിലിക് ആസിഡ് ആണ് ആക്ച്വലി. അമിനോ ആസിഡ്. ആസിഡ് എന്ന് പറയുമ്പോൾ കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ് ഇവിടെ COOH, കാർബോക്സിലിക് ആസിഡ്. അപ്പോ NH2ഉം COHും ഒരുമിച്ച് വന്നാൽ അതിനെ എന്ത് വിളിക്കും? അമിനോ ആസിഡ്. കേട്ടോ? ഓക്കെ. ഈ അമിനോ ആസിഡിൽ ഒരെണ്ണം H ആയിരിക്കും. ഇവിടെ നമുക്ക് H വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ R. ഇതനുസരിച്ചിട്ടാണ് ഇതിന്റെ ജനറൽ ഫോർമാറ്റ് ആയിട്ട് എടുത്തിരുന്നത്. ജനറൽ ഫോർമാറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരെണ്ണം എന്ത് ഗ്രൂപ്പ് ആയിരിക്കും? അമിനോ. മറ്റെന്തായിരിക്കും? കാർബോക്സിലിക് ആസിഡ്. അതിനെയാണ് അമിനോ ആസിഡ് എന്ന് വിളിക്കുന്നത്. ഈ അമിനോ ആസിഡ് നമ്മൾ പല ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ആറില്ലേ, ആറിന്റെ അവിടെ H കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അമിനോ ആസിഡ് കിട്ടും, ഗ്ലൈസീൻ. അത് കഴിഞ്ഞാൽ വീണ്ടും CH3, അലാനിൻ. വീണ്ടും ഇത് ഇങ്ങനെ എത്ര വലിയ ചെയിനൊക്കെ ഇടാം. അങ്ങനെ 20 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അമിനോ ആസിഡ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ അതിൽ തന്നെ എസെൻഷ്യൽ ഉണ്ട്, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ഉണ്ട്. എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കില്ല. പിന്നെ എന്ത് ചെയ്യണം? ഡയറ്റിൽ കൂടി കറക്റ്റ് ആയിട്ട് കിട്ടണം. അതാണ് എന്ത്? എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. കേട്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ ഈ അമിനോ ആസിഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ വെച്ച് എന്താ ഉണ്ടാക്കണേ? മെയിൻ ആയിട്ട് നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നത്? പ്രോട്ടീൻ വെച്ചിട്ട് മെയിൻ ആയിട്ടുള്ള എല്ലാം, സ്കിന്നില്ലേ, സ്കിൻ എന്താ? കെരാറ്റിൻ. ഹെയർ എന്താ? കെരാറ്റിൻ അല്ലെ? അതിന്റെ ഡിഫറെന്റ് ഫോമുകളാണ് ആക്ച്വലി വരുന്നത്. അപ്പോ സ്കിൻ. പിന്നെ മസിൽസുകളില്ലേ, മസിൽസ് എന്തായിരിക്കും? പ്രോട്ടീൻ ആണ്. മയോസിൻ ഫൈബർ. എന്തായിരുന്നു? മയോസിൻ ഫൈബർ. അപ്പോ അങ്ങനെ മെയിൻ വരുന്ന പ്രോട്ടീൻസുകളെല്ലാം ഉണ്ടാക്കുന്നത് അമിനോ ആസിഡ് ആണ്. അപ്പൊ നമ്മൾ അമിനോ ആസിഡ്സ് കഴിക്കണം അല്ലെ? ഒരു ടൈം കഴിയുമ്പോൾ അമിനോ ആസിഡ്, കാർബോഹൈഡ്രേറ്റ് അല്ലാതെ നമ്മൾ കഴിക്കും അല്ലെ? ചായയിലും അതിലിടും അങ്ങനെ. അപ്പൊ അത് തന്നെ നമ്മുടെ ഇതാണ് ആക്ച്വലി. നമുക്ക് ഏകദേശം എത്ര കാലറിയാ വേണ്ടേ? അല്ലേ? 2200. നിങ്ങളൊക്കെ ആവുമ്പോൾ 2400 to 300 വരെ കാലറീസ് നമുക്ക് ഇൻടേക്ക് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് നിങ്ങളൊക്കെ കഴിക്കുന്ന ഫുഡിൽ നിന്നൊക്കെ കിട്ടും. പക്ഷെ പ്രോട്ടീൻസിന്റെ എമൗണ്ട് കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? മസിൽസ് ഉണ്ടാവില്ല. ആ മസിൽസ് വരുമ്പോൾ ഈ സ്കെലിറ്റനും ഇതൊക്കെ മസിൽസ് തമ്മിലുള്ള ഇതല്ലേ, മൂവ്മെന്റ് ഒക്കെ ഉണ്ടാവണ്ടേ? അപ്പൊ അതൊക്കെ കറക്റ്റ് ആക്കാൻ വേണ്ടി മസിൽസ് ആവശ്യമുണ്ട്. അപ്പോൾ നോർമലി അമിനോ ആസിഡ്സിൽ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്ത് വേണം? ഡയറ്റിൽ കൂടി കിട്ടണം. നോൺ എസെൻഷ്യൽ എന്താണ്? ഇയാള് പല ടൈപ്പ് പ്രോട്ടീൻ ഫുഡ് കഴിക്കും, അത് വെച്ച് ബോഡി ഉണ്ടാക്കിക്കോളും ആവശ്യമുള്ളത്. അതാണ് നോൺ എസെൻഷ്യൽ. അപ്പൊ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആ അമിനോ ആസിഡ് എവിടെ നിന്ന് തന്നെ കിട്ടണം? സോഴ്സ് ഓഫ് ഫുഡിൽ നിന്ന് തന്നെ കിട്ടണം. അതാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്. ദെൻ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്താണ്? നമ്മൾ കഴിക്കുന്ന പല അല്ലെ പ്രോട്ടീൻ ഫുഡുകളുണ്ട്, ആ ഫുഡിൽ നിന്നൊക്കെ അത് ബോഡി ഉണ്ടാക്കിക്കൊള്ളും. അതാണ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. അങ്ങനെ നമ്മൾ അമിനോ ആസിഡ്സിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ ഒരു സ്ട്രക്ചർ വരക്കും. പ്രോട്ടീനിലെ ഒരു പെപ്റ്റൈഡ് ബോണ്ടിന്റെ ഒരു സ്ട്രക്ചർ വരക്കും. അത് കഴിഞ്ഞാൽ പ്രോട്ടീന്റെ ഡെഫിനിഷൻ എഴുതും. പ്രോട്ടീന്റെ ഡെഫിനിഷൻ എഴുതി കഴിഞ്ഞാൽ ഈ പ്രോട്ടീനെ തന്നെ പല കാറ്റഗറൈസേഷൻ വരും. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി, കോർണറി. അതിൽ സെക്കൻഡറി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആൽഫ ഹെലിക്സ് ആൻഡ് ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് സ്ട്രക്ചർ എന്നാണ് അതിനെ വിളിക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് ഡീനേച്ചറേഷൻ. ഡീനേച്ചറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ് ബോയിൽ ചെയ്യൂലേ, അപ്പൊ എന്ത് പറ്റും? ഡീനേച്ചർഡ് ആവും എന്ന് പറയുമ്പോൾ എന്താ? ബോയിൽഡ് എഗ്ഗിൽ നിന്ന് നമുക്കൊരു ബേർഡിനെ ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ അതിന്റെ ബയോളജിക്കൽ ആക്ടിവിറ്റി പോയി ഉണ്ടോ? ഓർത്ത് നോക്കാം അല്ലെ? ഓർത്ത് നോക്കാം. അല്ലാതെ എഗ്ഗ് എങ്ങനെയാണെന്ന് അറിയാലോ. എഗ്ഗ് എടുത്ത് വെച്ച് അല്ലേ, ഒരു മറ്റേ ഓരോ ബേർഡിനും ഓരോ ടൈം ഉണ്ടാവും അല്ലെ? ഒരു 20-30 ഡേയ്സ് ഒക്കെ കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരു കുഞ്ഞു ബേർഡാവും ബയോളജിക്കൽ ആക്ടിവിറ്റി നടന്നിട്ട് അല്ലെ? ഓക്കെ. അപ്പോൾ ഓവറായിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബയോളജിക്കൽ ആക്ടിവിറ്റി പോകും. ഇനി കേർഡ് ആവുന്ന എങ്ങനെയാ? മിൽക്കിന് ഒരു ബയോളജിക്കൽ ആക്ടിവിറ്റി ഉണ്ട് അല്ലെ? അത് എന്ത് പറ്റും? pH ചേഞ്ച് ചെയ്യും. pH എന്ന് പറയുമ്പോൾ എന്താണ് അല്ലെ? അതിലേക്ക് ആസിഡ് നമ്മൾ ആഡ് ചെയ്യും അല്ലെ? അസറ്റിക് ആസിഡോ അങ്ങനെ എന്തെങ്കിലും സിട്രിക് ആസിഡ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ബയോളജിക്കൽ ആക്ടിവിറ്റിയും പോകും. അതിനെയാണ് നമ്മൾ ഡീനേച്ചറേഷൻ പറയുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ അൺകോയിലിംഗ് നടക്കും. എന്താ നടക്കുന്നത്? അൺകോയിലിംഗ്. അപ്പൊ 2 പോയിന്റ് ആണ് അതിൽ വരുന്നത്. അതാണ് ഈ പ്രോട്ടീന്റെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് പ്രോട്ടീന്റെ ഒരു ഡെഫിനിഷൻ എഴുതി വെക്കാം. ഒന്ന് എഴുതി വെച്ചു. പ്രോട്ടീൻ ആർ, ഫസ്റ്റ് പോയിന്റ് കേട്ടോ. Protein are the most abundant
abundant biomolecule of the living system. First point. Second heading എഴുതി വെക്കാം. All protein. Second point കേട്ടോ. All proteins are polymer of alpha amino acid. All proteins are polymer of alpha amino acid. All proteins are polymer of alpha amino acid. Alpha amino acid. എഴുതിയോ? ഇനി നമുക്ക് ആ അമിനോ ആസിഡ് എന്ന് ഹെഡിങ് കൊടുക്കണം കേട്ടോ. അപ്പോൾ പ്രോട്ടീൻ്റെ ഉണ്ടല്ലോ ഫസ്റ്റ് ഹെഡിങ് അമിനോ ആസിഡ്. ഫസ്റ്റ് ഹെഡിങ് അമിനോ ആസിഡ്. അമിനോ ആസിഡ്. അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ഇത് തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഈ COH പുറത്തേക്ക് ആകാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എഴുതാൻ എളുപ്പം ഉണ്ടാവും, വേറെ ഒന്നുമില്ല. ഈ ആൽഫ അമിനോ ആസിഡ് എന്ന് പറഞ്ഞ ഈ ഒരു കാർബണേറ്റ് തന്നെയാണ് ആൽഫ അല്ലെ. COH അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആൽഫയാണ്, ഈ NH2 അറ്റാച്ച് ചെയ്യുന്ന ആൽഫ. അതുകൊണ്ടാണ് ഈ ആൽഫ അമിനോ ആസിഡ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ബേസിക് സ്ട്രക്ചർ ഓഫ് അമിനോ ആസിഡ് ആണ് ഇത്, ഒന്ന് വരക്കണം കേട്ടോ. അമിനോ ആസിഡ് സ്ട്രക്ചർ ഓഫ് അമിനോ ആസിഡ്. സ്ട്രക്ചർ ഓഫ് അമിനോ ആസിഡ്. Then first amino acid ആണ് ഗ്ലൈസിൻ. അടുത്ത ഗ്ലൈസിൻ. ഈ അമിനോ ആസിഡ് വരച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ഗ്ലൈസിൻ എന്ന് ഹെഡിങ് കൊടുക്കാം. GLYCINE. ഈ അമിനോ ആസിഡ് കഴിഞ്ഞിട്ട് അടുത്ത ഹെഡിങ് CINE. ഫസ്റ്റ് അമിനോ ആസിഡ് ആണ് കേട്ടോ ഗ്ലൈസിൻ. അപ്പോൾ ഈ ഗ്ലൈസിൻ വരുമ്പോൾ ഇത്ര വ്യത്യാസമുള്ള ഇവിടെ വെച്ച് കൊടുക്കും ഗ്ലൈസിൻ. അപ്പോൾ സ്ട്രക്ചർ ഓഫ് അമിനോ ആസിഡ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് അമിനോ ആസിഡ് ഗ്ലൈസിൻ ഇത്രയും കൊടുക്കും. Glycine. Glycine വരച്ചു കഴിഞ്ഞോ? അലാനിൻ. അലാനിൻ. അടുത്ത ഹെഡിങ് അലാനിൻ. അലാനിൻ. ഇവിടെ ഒരു CH3 അത്ര വ്യത്യാസം. അലാനിൻ. ഗ്ലൈസിൻ, അലാനിൻ. ഈ രണ്ടെണ്ണത്തിന് സ്ട്രക്ചർ ഒന്ന് അറിഞ്ഞു വെക്കുക, അത്രേ ഉള്ളൂ. അലാനിൻ. Then sub heading എഴുതി വെക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്. ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്. Classification of amino acid. Classification of amino acid. ക്ലാസിഫിക്കേഷൻ ആദ്യം വരുന്നത് ന്യൂട്രൽ, അസിഡിക്, ബേസിക് ഈ രീതിയിലാണ് വരുന്നത്. ഫസ്റ്റ് എഴുതി വെക്കുക ന്യൂട്രൽ അമിനോ ആസിഡ്. ന്യൂട്രൽ അമിനോ ആസിഡ്. ന്യൂട്രൽ അമിനോ ആസിഡ്. ന്യൂട്രൽ അമിനോ ആസിഡ് അണ്ടർലൈൻ ചെയ്യാം. എൻ്റെ താഴെ എഴുതി വെക്കുക ഈക്വൽ നമ്പർ ഓഫ് അമിനോ ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ്. 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 Equal number of amino and carboxyl group makes it neutral. Makes it neutral. Makes it neutral. Example: glycine
അലാനിൻ. ഇവിടെ നോക്കിയേ, രണ്ട് ഈക്വൽ അല്ലേ, ഒരു NH2 ഒരു COH. അപ്പൊ ഇത് ആസിഡ് ആണ്, ഇത് ബേസ് ആണ്, 1 അല്ലേ. അങ്ങനെ വന്നാൽ എന്താവും, ന്യൂട്രൽ ആണ് കേട്ടോ. എക്സാമ്പിൾ ഗ്ലൈസീൻ അലാനിൻ. അപ്പൊ ന്യൂട്രൽ അമിനോ ആസിഡിന്റെ എക്സാമ്പിൾ ഗ്ലൈസീൻ അലാനിൻ, എക്സാമ്പിൾ കേട്ടോ, ന്യൂട്രൽ ഗ്ലൈസീൻ അലാനിൻ. സ്റ്റേബിൾ എന്നല്ല, ന്യൂട്രൽ ആണ് കേട്ടോ, ഓർത്തോളൂ, ന്യൂട്രൽ ആണ് കേട്ടോ, ഓർത്തോളൂ. ദെൻ നെക്സ്റ്റ് അടുത്ത് വരുന്നതാണ് ബേസിക് അമിനോ ആസിഡ്. ബേസിക് അമിനോ ആസിഡ്, ബേസിക് അമിനോ ആസിഡ്. More number of amino, more number of amino, more number of amino group than carboxyl group, than carboxyl group, than carboxyl group makes it basic, makes it basic, makes it basic. Example lysine, 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 lysine. അപ്പോൾ ലൈസിന്റെ സ്ട്രക്ചർ ഒന്നും നിങ്ങൾ പഠിക്കണമെന്നില്ല, പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതി വെക്കാം. ഇതുണ്ടോ, ഈ CH3 ഇല്ലേ, ഈ CH3ക്ക് പകരം ലൈസീൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ലൈസീനിൽ വരുന്നത് CH2 4 ടൈം, ഇവിടെ 4 ടൈം, ദെൻ ഇവിടെ ഒരു NH2 വരും. ഉണ്ടോ, ഓർത്ത് നോക്കാം. ഇപ്പൊ NH2 രണ്ടെണ്ണമായി, ഉണ്ടോ, ഓർത്ത് നോക്കാം. ഉണ്ടോ, ഇതാണ് ലൈസീൻ. ഒന്ന് എഴുതി വെച്ചോ, എന്തായി ലൈസീൻ. അപ്പൊ ലൈസീനിൽ ആരെക്കാളും കൂടുതലുണ്ട്, COH-നേക്കാളും കൂടുതൽ NH2 ഗ്രൂപ്പ് ഉണ്ട് അല്ലേ, അമിനോ ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ വരുമ്പോ അത് എന്തായി, ബേസിക് ആയി. അപ്പൊ മറ്റേത് എന്തായിരിക്കും, ആര് കൂടുതൽ വരും, അസിഡിക്കിന് COH കേട്ടോ. COH കൂടിക്കഴിഞ്ഞാൽ അസിഡിക് ആവും കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് അടുത്ത എഴുതിയത്. അടുത്ത അസിഡിക് അമിനോ ആസിഡ്, അസിഡിക് അമിനോ ആസിഡ്. More carboxyl group, more carboxyl group, more carboxyl group as compared to amino group, more carboxyl group as compared to amino groups makes it acidic, makes it acidic, makes it acidic, makes it acidic. Makes it acidic. അപ്പോൾ അസിഡിക് ആവാനായിട്ടുള്ള കാരണം അതെന്താണ്, കൂടുതൽ നമ്പർ വരും കേട്ടോ. എക്സാമ്പിൾ ആയിട്ട് എഴുതി വെക്കാം. ഗ്ലൂട്ടാമിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ്, GLUTAMIC, ഗ്ലൂട്ടാമിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ് ഒരു അമിനോ ആസിഡ് ആണ് കേട്ടോ. ഓക്കെ, അതിന്റെ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാവാൻ വേണ്ടി വരച്ചുവാണെങ്കിൽ കേട്ടോ, സ്ട്രക്ചർ പഠിക്കണം നിർബന്ധമില്ല. ഈ ഇവിടെ എന്താ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർബൺ ഇതൊന്നും അനങ്ങൂല കണ്ടോ, ഇത്രയും എപ്പോഴും സെയിം ആയിരിക്കും അല്ലേ. ഓക്കെ, ഇവിടെ മാത്രം CH2 COOH. ഇതാണ് ഗ്ലൂട്ടാമിക് ആസിഡ്. അതൊന്ന് മനസ്സിലാവാൻ വേണ്ടി വരച്ചു വെച്ചു കേട്ടോ. ഓക്കെ, ഗ്ലൂട്ടാമിക് ആസിഡ്. എന്തായാലും ഗ്ലൂട്ടാമിക് ആസിഡ്. Then അടുത്ത ഹെഡിങ്, ക്ലാസിഫിക്കേഷനിൽ അടുത്ത ഹെഡിങ് എസെൻഷ്യൽ അമിനോ ആസിഡ്, എസെൻഷ്യൽ അമിനോ ആസിഡ്, എസെൻഷ്യൽ അമിനോ ആസിഡ്, എസെൻഷ്യൽ അമിനോ ആസിഡ്, എസെൻഷ്യൽ അമിനോ ആസിഡ് അണ്ടർലൈൻ ചെയ്യാം, അവിടെ എഴുതി വെച്ചു. The amino acid which cannot be synthesized in the body, the amino acid which cannot be synthesized in the body, and must be obtained through diet.
and must be obtained through diet. Must be obtained through diet. Are known as essential amino acid. Are known as essential amino acid. Are known as essential amino acid. Example, valine. VALINE, valine, comma, leucine, 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 leucine. Then lysine, LYSINE, lysine. ഇപ്പൊ രണ്ട് വെല്ലിയും തുടങ്ങുന്നു കേട്ടോ. ലൈസീൻ, LYSINE, എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്തായിരിക്കും അത്? അല്ലേ, നമ്മുടെ ബോഡി ഉണ്ടാക്കിയോളൂ. നമ്മൾ പല പ്രോട്ടീൻ ഫുഡ് കഴിക്കുമ്പോൾ അതിൽ നിന്ന് ഡിറൈവ് ചെയ്യും അല്ലേ. ഓക്കെ, ആ രീതിയിൽ വരുന്നതാണ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. നെക്സ്റ്റ് ഹെഡിങ് ആണ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. അവിടെ എഴുതി വെക്കാം. ദ അമിനോ ആസിഡ് വിച്ച് ക്യാൻ ബി സിന്തസൈസ്ഡ്. The amino acid which can be synthesized in the body. The amino acid which can be synthesized in the body are known as non-essential amino acid. The amino acid which can be synthesized in the body are known as non-essential amino acid. Are known as non-essential amino acid. Are known as non-essential amino acid. Okay, അപ്പോൾ ആ രീതിയിൽ ഓർത്തു വെക്കുക കേട്ടോ, എസെൻഷ്യലും നോൺ എസെൻഷ്യലും. ഇനി നമുക്ക് ഈ അമിനോ ആസിഡിന്റെ ഒരു പ്രോപ്പർട്ടീനെ കുറിച്ചാണ് വരുന്നത്. അത് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലൊരു ക്വസ്റ്റ്യനുമാണ് ആക്ച്വലി വരുന്നത്. ബാക്കിലെ ക്വസ്റ്റ്യൻ വരുന്നത് ഈ അമിനോ ആസിഡിന് അസിഡിക് ബിഹേവിയർ ഉണ്ട്, അല്ലെങ്കിൽ ആംഫോട്ടറിക് ബിഹേവിയർ ഉണ്ട്, എക്സ്പ്ലെയിൻ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബാക്കിലെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് നമ്മൾ വരുന്നത്. എക്സസൈസ് 16 ആണ് കേട്ടോ ക്വസ്റ്റ്യൻ. ഹൗ ഡു യു എക്സ്പ്ലെയിൻ ദ ആംഫോട്ടറിക് ബിഹേവിയർ ഓഫ് അമിനോ ആസിഡ്? ഇതാണ് ചോദ്യം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 16, എക്സസൈസ് 16 ആണെന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ ടെക്സ്റ്റ് ബുക്ക് ബാക്ക് എക്സസൈസ് 16, ക്വസ്റ്റ്യൻ നമ്പർ 16 കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ഡു യു എക്സ്പ്ലെയിൻ ദ ആംഫോട്ടറിക് ബിഹേവിയർ ഓഫ് അമിനോ ആസിഡ്? ക്വസ്റ്റ്യൻ എഴുതി വെച്ചു, എന്നിട്ട് എഴുതി വെക്കാം. ഹൗ ഡു യു, ക്വസ്റ്റ്യൻ എഴുതിക്കോ കേട്ടോ. ഹൗ ഡു യു എക്സ്പ്ലെയിൻ ദ ആംഫോട്ടറിക് ബിഹേവിയർ ഓഫ് അമിനോ ആസിഡ്? ബോത്ത് അസിഡിക് ആൻഡ് ബേസിക് കേട്ടോ. ഓക്കെ, അപ്പോൾ ആംഫോട്ടറിക് എന്ന് പറഞ്ഞാൽ അസിഡിക്കും ബേസിക്കും കാണിക്കുന്നുണ്ട്, എന്തുകൊണ്ട് എന്നുള്ള രീതിയിലാണ്. ഇതിന്റെ താഴെ കേട്ടോ ആൻസർ എഴുതുമ്പോൾ സ്വിറ്റർ അയൺ എന്ന് എഴുതി വെക്കാം. ZWITTER, ZWITTER. WITTER കേട്ടോ. ഓക്കെ, സിറ്റർ അയണില് ഈ അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ് അമിനോ ആസിഡിന് അല്ലെ, COH, ദെൻ ഇവിടെ ഒരു H ഉണ്ടായിരുന്നു, സോറി ഇവിടെ C, ഇവിടെ ഒരു NH2 ഇങ്ങനെ എഴുതി അല്ലേ. ഓക്കെ, NH2, ദെൻ ഇവിടെ ഒരു R കൊടുക്കാം നമുക്ക്, ഇവിടെ ഒരു H കൊടുക്കാം. ഇതാണ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഈ അമിനോ ആസിഡില് ഈ പിന്നെ R നേരെ ആക്കി വെക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ R, ഇവിടെ NH2 അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഇനി അത് കണ്ടിട്ട് തെറ്റിപ്പോരുത് കേട്ടോ. ഈ R ഇവിടെയാണ്, ഇവിടെ കൊടുത്തേക്കുന്നത്, ഇവിടെ NH2 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. ഇത് കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ ഈ H ഇവിടേക്ക് വരും. അപ്പൊ എന്താവും? NH3 ആവും അല്ലെ. H2 പകരം NH3 ഇവിടെ ഒരു പ്ലസ് വരും. ഇത് CH ഇങ്ങനെ നിൽക്കുന്നു, ഇവിടെ ഒരു R ഉണ്ട് അല്ലെ. ഓക്കെ, ദെൻ ഇവിടെ COO മൈനസ്. അപ്പൊ ഈ പ്ലസും മൈനസും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സിറ്റർ കേട്ടോ. അപ്പൊ ഇത് വേഗം വരച്ചു, ഒന്ന് വരച്ചു കേട്ടോ.
ഇല്ല, ഈ എച്ച് ഇതിലേക്ക് പോകും കേട്ടോ, ഓർത്ത് നോക്കുക. ഈ എച്ച് ഇതിലേക്ക് പോകുമ്പോൾ എന്താവും? പ്ലസ് മൈനസ് ജോയിൻ ചെയ്തു കേട്ടോ, ഓർത്ത് നോക്കുക. എന്തുകൊണ്ടായിരിക്കും? ഒരെണ്ണം ആസിഡ്, ഒരെണ്ണം ബേസ്. ആസിഡിനെ എന്താ വിളിക്കുന്നത്? എ ആക്സെപ്റ്റ് ഇലക്ട്രോൺ പെയർ ആസിഡ്, ഡൊണേറ്റ് ഇലക്ട്രോൺ പെയർ ബേസ്. അപ്പോൾ അത് ഇനി ഈ ടെൻഡൻസി ഉണ്ടല്ലേ, രണ്ടുപേരും ഒരു ഇതിൽ വരുമ്പോൾ എന്ത് പറ്റും? കുറച്ചു നേരം ഈ എച്ച് പുറത്തേക്ക് പോകും കേട്ടോ, ഓർത്ത് നോക്കുക. കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് അപ്പുറത്തേക്ക് വരും ഉണ്ടോ, അങ്ങോട്ടും കൂടെ ഉണ്ട്. അതാണ് ഓക്കെ. അങ്ങനെയാണ് ആ മോളിക്യൂൾ അതിനുള്ളിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം ആരുടെ സ്വഭാവമൊക്കെ കാണിക്കും? ആസിഡ്, കുറച്ചു നേരം ബേസ്. ആ പ്രയോറിറ്റി എന്ത് ചെയ്യും? ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ അതിന് രണ്ടിന്റെ ആക്ടിവിറ്റി ഉണ്ട്. വാട്ടറിന് അല്ലേ കുറച്ച് H+ കൂട്ടിക്കഴിഞ്ഞാൽ ആസിഡ് ആവും, മാറ്റിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ബേസ് ആവും. ആ രീതിയിൽ കേട്ടോ, ഓക്കെ. അപ്പോൾ അതുപോലെ ഈ മോളിക്യൂൾസിനെ അങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ട്. അപ്പൊ ഇത് വരക്കണം കേട്ടോ. എന്നിട്ട് ഇതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എഴുതണം. ഇത് വരച്ചു ഇതുപോലെ കേട്ടോ. ഇതിന്റെ താഴെ എഴുതണം കേട്ടോ. ഇതാണ് സ്വിറ്റർ അയോൺ കേട്ടോ, ഇതാണ് സ്വിറ്റർ അയോൺ. ഇനി ഈ കാര്യം തന്നെ നമ്മൾ വേർഡിൽ ഒന്ന് എഴുതി വെക്കും, 2 പോയിന്റ് ആയിട്ട് കേട്ടോ, ഓർത്ത് നോക്കാം. In aqueous solution, വേർഡിൽ എഴുതി വെച്ചു. In aqueous solution, comma, the carboxyl group can lose a proton. ഉണ്ടോ? ഇവിടെ നോക്കിയേ, പ്രോട്ടോൺ എന്ന് പറയുന്ന എച്ച് അല്ലേ, ഓക്കെ. ഇനി ആരാ ഈ പ്രോട്ടോൺ ആക്സെപ്റ്റ് ചെയ്യുന്നേ? അമിനോ. അതാണ് എഴുതുന്നത് കേട്ടോ. Lose a proton and amino group can accept a proton. Comma, giving rise to a dipolar ion. What do you mean dipolar? Plus and minus ഉണ്ടോ, അതുകൊണ്ടാണ് ഡൈപോളാർ, പ്ലസ് മൈനസ് അങ്ങനെ വരുന്നതാണ്. ഡൈപോളാർ അയോൺ known as sweeter ion. അടുത്ത ലൈനിൽ എഴുതി വെക്കാം. നെക്സ്റ്റ് ലൈനാണ് നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻ ഇല്ലേ, അതിന്റെ ആൻസർ കീയിലേക്ക് വരികയാണ് കേട്ടോ, ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, in sweeter ionic form amino acids show amphoteric behavior as they react both with acid and bases. The acids and bases show amphoteric behavior as they react both with acid and bases. ഓക്കെ. അപ്പോൾ ഇനി ഒരു പോയിന്റ് കൂടി നമ്മൾ എഴുതി വെക്കാം. ഇതിൽ ഗ്ലൈസീൻ ഉണ്ടല്ലോ, നമ്മൾ കണ്ട ആദ്യത്തെ ഗ്ലൈസീൻ, അതില് കൈറാലിറ്റി ഇല്ല. കൈറാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കാർബണിന് ചുറ്റിനും അല്ലെ. ഇപ്പൊ ഇവിടെ എച്ചും കൂടി വന്ന 2 H സെയിം ആവും. 2 H സെയിം വന്നാൽ കഴിഞ്ഞാൽ എന്ത് പറ്റില്ല? കൈറാൽ അല്ല അല്ലെ. എല്ലാം ഡിഫറെന്റ് ആയ കൈറാലാണ്. ഇവിടെ ഒരു H വന്നു അല്ലെ, ഓക്കെ. അപ്പൊ ആ ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ, ഇതിന്റെ അണ്ടറിൽ വരുന്നതല്ല, ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞാണ്. അടുത്ത പോയിന്റ് ആണ് കേട്ടോ, ഓക്കെ. സ്വിറ്റർ ചെയ്യേണ്ട രീതിയിൽ എടുക്കണ്ട. ഇപ്പൊ ഇവിടെ H വന്നു കണ്ടോ, ഓർത്ത് വെക്കുക. ഇവിടെയും H വന്നാൽ ഗ്ലൈസീൻ ആയി കണ്ടോ. കാർബണിന് ചുറ്റിനും എല്ലാം ഡിഫറെന്റ് ആയി. ഇപ്പൊ ഇവിടെ CH3 ആയ എല്ലാം ഡിഫറെന്റ് അല്ലേ ഈ കാർബണിന് ചുറ്റിനും. അങ്ങനെ വന്നാൽ അതെന്താ? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അപ്പോ എക്സെപ്റ്റ് ഗ്ലൈസീൻ ഓൾ ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ് കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോ കൈറാല് ഇത് കൈറാലാണ് അല്ലെ, ഓർത്ത് വെക്കുക. ഗ്ലൈസീൻ എന്തായിരിക്കും? നോൺ കൈറാലാണ് കേട്ടോ, ഓക്കെ. അപ്പോ ആ ഒരു പോയിന്റ് ഒന്ന് നോട്ട് എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് കേട്ടോ. ഇപ്പൊ ഇതിന്റെ ആൻസർ അല്ല, ഒന്ന് നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കാം. ആക്റ്റീവ് ആയിരിക്കും കേട്ടോ, ഓർത്ത് വെക്കാം. നോട്ട് എന്ന് പറഞ്ഞ് ഒന്ന് എഴുതി വെച്ചിട്ട് except glycine all are optically active and chiral.
except glycine, all amino acid except glycine, comma, all amino acid optically active and chiral. ഒപ്റ്റിക്കലി ആക്റ്റീവ് ആൻഡ് കൈറാൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വൺ വേർഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, വൺ വേർഡ് ക്വസ്റ്റനിൽ പലപ്പോഴും വരുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് ഓർത്ത് വെക്കാം. ഗ്ലൈസിൻ ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല കേട്ടോ, ഓർത്ത് വെക്കുക. കൈറാലും അല്ല കേട്ടോ, ഓർത്ത് വെക്കുക. കൈറാൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കണം. ഇവിടെ എച്ച് വരുമ്പോൾ ഗ്ലൈസീൻ ആണ്. അപ്പൊ എന്ത് വരും? അതിന് ചുറ്റിനും അല്ലെ സെയിം ആയിട്ട് 2H വരും കേട്ടോ. 2H വന്നു കഴിഞ്ഞാൽ അത് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഇല്ല, കൈറാലും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കുക. ഗ്ലൈസിൻ ഒഴിച്ച് ബാക്കിയെല്ലാം ഒപ്റ്റിക്കൽ ആക്റ്റീവ് ആണ്, കൈറാലാണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത പോയിന്റ് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. നെക്സ്റ്റ് ഹെഡിങ് കേട്ടോ, സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ അസിമെട്രിക് ആണ് കേട്ടോ. കൈറാൽ എന്ന് പറഞ്ഞാൽ അസിമെട്രിക് ആണ് കേട്ടോ. സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ അണ്ടർലൈൻ ചെയ്യാം, അവിടെ എഴുതി വെക്കാം. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക. കെമിക്കലി പെപ്റ്റൈഡ് ലിങ്കേജ്. കെമിക്കലി പെപ്റ്റൈഡ് ലിങ്കേജ് is an amide formed between peptide, 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 peptide linkage. Chemically, peptide linkage is an amide formed between COOH and NH2 group. COOH and NH2 group. COOH and NH2 group. COOH and NH2 group. നമുക്ക് നോക്കാം. ദേ ഇവിടെ NH2 നേരത്തെ കണ്ടതുപോലെ ഇത് കണ്ടോ, CH2 COH. ഇതിന്റെ പേരെന്തായിരുന്നു ഒന്ന് പറഞ്ഞേ. ആദ്യത്തെ അമിനോ ആസിഡ് ഗ്ലൈസീൻ കണ്ടോ, ഓർക്കുക. ഗ്ലൈസീനും അലാനിൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും എഴുതുന്നത്? NH2, ഇവിടെ എന്ത് വരും? CH, ഇവിടെ എന്ത് വരും? CH3 ഉണ്ടോ, ഓർത്ത് നോക്കുക. അത്ര വ്യത്യാസമേ ഉള്ളൂ ഉണ്ടോ. ഇവിടുത്തെ ഒരു H പോയിട്ട് അവിടെ CH3 വന്നു. ദെൻ നെക്സ്റ്റ് ഇവിടെ എന്തായിരിക്കും? COOH. ഓക്കെ, ഇവിടെ നിന്ന് പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാവാണ്. പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയോ കേട്ടോ, ഇവിടെ OH ഉണ്ട് ഉണ്ടോ, OH. ഇവിടെ നിന്ന് ഒരു H ഉണ്ടോ, ഓർത്ത്. അപ്പൊ എന്ത് വരും? -H2. ഇനി അത് ജോയിൻ ചെയ്യാൻ പോവാണ്. ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും നോക്കിയേ? NH2 CH2 അതുപോലെ തന്നെ എഴുതി. ഇവിടെ എന്ത് വരും? CO അല്ലെ. CO എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടോ ആണ് കേട്ടോ. അപ്പൊ ഇതൊന്നും എഴുതി ഡബിൾ ബോണ്ടോ ഉണ്ടോ, ഓർത്ത് നോക്കുക. CO. ദെൻ ഇവിടെ എന്ത് വരും? N ഉണ്ടോ, ഓർത്ത് നോക്കുക. ഇവിടുത്തെ H ഒരെണ്ണം മുകളിലേക്ക് ആക്കി എഴുതി ഉണ്ടോ, ഓർത്ത് നോക്കുക. ദെൻ ഇവിടെ എന്ത് വന്നു? CH ഉണ്ടോ, ഓർത്ത് നോക്കുക. CH3. ബാക്കിയൊക്കെ അതുപോലെ തന്നെയാണ് അല്ലെ. ഓക്കെ, ഇവിടെ COOH കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്ത് നോക്കുക ആരൊക്കെ തമ്മിലാ ബോണ്ട്? COയും NH ഉണ്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ പെപ്റ്റൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർത്ത് വെക്കേണ്ടത് ഇതാണ് അല്ലെ. ഈ ബോണ്ടാണ് ഈ പെപ്റ്റൈഡ് ആയിട്ട് വരുന്നത് കണ്ടോ, ഓർത്ത് നോക്കുക. ഈ ബോണ്ടാണ് വരുന്നത് കണ്ടോ. ഓക്കെ, അപ്പോ ഈ CONH ബോണ്ടിനെയാണ് എന്ത് വിളിക്കുന്നത്? പെപ്റ്റൈഡ് ബോണ്ട്. എന്താ വിളിക്കുന്നത്? പെപ്റ്റൈഡ് ബോണ്ട് കേട്ടോ, ഓർത്ത് നോക്കുക. മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഡോട്ട് ഇടുന്നത്. ഇവിടെ നിങ്ങൾ കൊടുക്കണം പെപ്റ്റൈഡ് ബോണ്ട് കേട്ടോ. വേഗം വരച്ചു. ഇതിന്റെ താഴെ എന്ത് എഴുതണം? അലാനിൻ. അതിന്റെ താഴെ സോറി, ഇത് ഗ്ലൈസിൻ, മറ്റേന്താണ്? അലാനിൻ. വേഗം. ഇതിന്റെ താഴെ എഴുതി നോക്കുക ഡൈപെപ്റ്റൈഡ്. 2 അമിനോ ആസിഡ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡൈപെപ്റ്റൈഡ്. ഇവിടെ ബ്രാക്കറ്റിൽ എഴുതി നോക്കുക കേട്ടോ, ഡൈപെപ്റ്റൈഡ്. അപ്പൊ 3 വന്നാൽ എന്തായിരിക്കും? ട്രൈപെപ്റ്റൈഡ്. കണ്ടോ, ഓർത്ത് നോക്കാം. 2 അമിനോ ആസിഡ് ജോയിൻ ചെയ്താൽ ഇതിനെന്താ വിളിക്കുക? ഡൈപെപ്റ്റൈഡ്. അപ്പൊ 3 അമിനോ ആസിഡ് വന്നാൽ
ട്രൈപെപ്റ്റൈഡ്, 4 വന്ന ടെട്രാപെപ്റ്റൈഡ് അല്ലേ, അങ്ങനെ അങ്ങനെ പോകും. കുറെ വന്നാൽ എന്തായിരിക്കും പോളിപെപ്റ്റൈഡ് കേട്ടോ. ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടി എഴുതി കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു ഏരിയ തീരും. പിന്നെ അടുത്തതിൽ നമുക്ക് ഫൈബ്രസ് പ്രോട്ടീൻ്റെ പോകാം കേട്ടോ. ഓക്കെ, അടുത്തൊന്ന് എഴുതി വെച്ചു കേട്ടോ. പ്രോട്ടീൻ്റെ ഡെഫിനിഷൻ ആണ് പ്രോട്ടീൻ. നെക്സ്റ്റ് പ്രോട്ടീൻ ഹൈഫൺ എഴുതി വെക്കാം. ചോദിച്ചു അലാനിൻ, അലാനിൻ ALANIN അലാനിൻ എഴുതിയില്ലേ. ബ്രാക്കറ്റില് ഡൈപെപ്റ്റൈഡ് കേട്ടോ, 2 ബോണ്ടുകൾ ജോയിൻ ചെയ്യും കേട്ടോ, 2 ജോയിൻ ചെയ്താൽ ഡൈ കേട്ടോ. ഓക്കെ, അടുത്ത് എഴുതി വെക്കാം പ്രോട്ടീൻ്റെ അവിടെ എഴുതി വെക്കാം. എ പോളിപെപ്റ്റൈഡ് with more than 100 amino acid, a polypeptide with more than 100 amino acid, 100 amino acid having molecular mass higher than 10,000 U, having molecular mass higher than 10,000 U. U എന്ന് പറഞ്ഞാൽ എന്താ? AMU, ആറ്റമിക് യൂണിറ്റ് കേട്ടോ. ഓക്കെ, 10,000 U ഈസ് കോൾഡ് എ പ്രോട്ടീൻ. ഈസ് കോൾഡ് എ പ്രോട്ടീൻ. ഒരു ആവറേജ് ആയിട്ടുള്ള വാല്യൂ ആ പറയുന്നത് കേട്ടോ. ഓക്കെ, ഏകദേശം ഒരു 100 അടുത്തൊക്കെ വേണം എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഓക്കെ, ആ 10,000 U. ഓക്കെ, അതിന്റെ താഴെ ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതി വെക്കുക. ഇൻസുലിൻ നിങ്ങൾ കേട്ടല്ലേ, ഹൈഫൺ എഴുതി വെക്കുക. വിച്ച് കണ്ടെയ്നിങ് 51 അമിനോ ആസിഡ്. ഇൻസുലിൻ ഹൈഫൺ വിച്ച് കണ്ടെയ്നിങ് 51 അമിനോ ആസിഡ്. ഒരു പ്രോട്ടീൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, 51 അമിനോ ആസിഡ്, 1 വേർഡ് വരും കേട്ടോ, അതുകൊണ്ടാണ് 51 അമിനോ ആസിഡ്. ഇപ്പൊ ഇത്രയും വരെ നിൽക്കട്ടെ കേട്ടോ. അടുത്തത് നമുക്ക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ്. അമിനോ ആസിഡിന് നമ്മൾ അമിനോ ആസിഡ് അല്ല പ്രോട്ടീൻ്റെ ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത്. ഇന്ന് ഇത്രയും വരെ നിൽക്കട്ടെ. പഠിച്ച 1 മിനിറ്റ് കൊണ്ടൊന്ന് റീക്യാപ്പ് ചെയ്യാം കേട്ടോ. ഓർത്ത് നോക്കാം. ഇന്ന് നമ്മൾ കാർബോഹൈഡ്രേറ്റിന്റെ ലാസ്റ്റ് ഏരിയ തുടങ്ങിയത് അവിടെ എഴുതിയത് ആൽഫ ഡി ഗ്ലൂക്കോ പൈറാനോസ് ആൻഡ് ബീറ്റ ഡി ഗ്ലൂക്കോ പൈറാനോസ്. അതിൽ ഞാൻ പറഞ്ഞ ഒരേ ഒരു പോയിന്റ്, നിങ്ങൾ വരക്കുമ്പോൾ ആ സ്ട്രക്ചറിൽ 3rd പൊസിഷൻ ഓയിച്ച, അതിനകത്ത് ഒരു ഓയിച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഹെക്സഗണൻ ഷേപ്പിന്റെ അകത്ത് ഒരു ഓയിച്ച് മാത്രമേ ഉണ്ടാവും. അതിന്റെ ഓപ്പോസിറ്റ് എച്ച്, അത് വെച്ച് നോക്കി പഠിച്ചാൽ എളുപ്പമായിരിക്കും വരുന്നത്. പിന്നെ അനോമറിക് കാർബൺ നോക്കണം അല്ലേ. ഓക്കെ, ബീറ്റ ഡി വരുമ്പോൾ എന്ത് ചെയ്യും? ഫസ്റ്റ് കാർബൺ ആറ്റത്തിന്റെ ആ എച്ചും ഓയിച്ചും നമ്മൾ എന്ത് ചെയ്യും? ഫ്ലിപ്പ് ചെയ്യുക അല്ലേ, അത്രേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചതാണ് എന്താ? ഫ്രക്ടോസ്. ഫ്രക്ടോസിനെ എങ്ങനെയായി പറഞ്ഞത്? ആൽഫ ഡി ഫ്രക്ടോ ഫ്യൂറാനോസ് ആൻഡ് ബീറ്റ ഡി ഫ്യൂറാനോസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ പഠിച്ചതാണ് ഡൈസാക്രൈഡ് 3. ഏതൊക്കെയായിരുന്നു? ആദ്യത്തെ പറഞ്ഞില്ല, സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. ആ ഒരു ഓർഡറിൽ അതിന്റെ പേരുകളൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുക. ദെൻ പോളിസാക്രൈഡ് ഏതൊക്കെയായിരുന്നു? സ്റ്റാർച്ച്, അതിൽ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, അമൈലോസ് ആൻഡ് അമൈലോപെക്റ്റിൻ. ടേബിൾ ഇട്ട് പഠിച്ചു അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെല്ലുലോസ്, അത് കഴിഞ്ഞിട്ട് ഗ്ലൈക്കോജൻ, അത് കഴിഞ്ഞ് ഇമ്പോർട്ടൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്, അത് കഴിഞ്ഞിട്ട് പ്രോട്ടീനില് അമിനോ ആസിഡില് ന്യൂട്രൽ, ബേസിക്, അസിഡിക്, അത് കഴിഞ്ഞിട്ട് എസെൻഷ്യൽ അമിനോ ആസിഡ്, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്, ജ്യൂറ്റർ അയോൺ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എടുത്തത് എന്തായിരുന്നു? ആക്ച്വലി സ്ട്രക്ചർ ഓഫ് അല്ലെ പ്രോട്ടീൻ, അതിലെ പെപ്റ്റൈഡ് ബോണ്ട് അത് വരച്ചു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എഴുതിയത് അല്ലെ പ്രോട്ടീന്റെ ഡെഫിനിഷൻ അല്ലെ. എന്തായിരുന്നു അത്? ഏകദേശം അല്ലെ അപ്രോക്സിമേറ്റ്ലി എത്ര വേണം? പോളിപെപ്റ്റൈഡ് ചെയിൻ അല്ലെ 100 അല്ലെ 100 യൂണിറ്റുകൾ ജോയിൻ ചെയ്യുക എന്നുള്ള രീതിയിൽ വന്നു. 10,000 U അല്ലെ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ വരുന്നത്. ഏറ്റവും ലാസ്റ്റ് എഴുതിയ പോയിന്റ് ഇൻസുലിൻ അല്ലെ, എത്രയായിരുന്നു? 51 അമിനോ ആസിഡ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും വരെ നിൽക്കട്ടെ കേട്ടോ. ഓക്കെ, മൈൻഡ് ചെയ്യാം.